ഗുഡ് ഈവനിങ് എവരിവൺ. നമ്മുടെ HSST ഫിസിക്സ് പരീക്ഷയിൽ 13ാം റാങ്ക് അടക്കം 10ലധികം റാങ്കുകൾ നേടാൻ അവരെ സഹായിച്ച അതുൽ സാറാണ് നമ്മുടെ ഈ സെഷൻ ലീഡ് ചെയ്യുന്നത്. ഏറ്റവും ആദരവോടുകൂടി നമുക്ക് അതുൽ സാറിനെ വെൽക്കം ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ സെഷനിൽ ജോയിൻ ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു ചുരുങ്ങിയ ഔട്ട്ലൈൻ കൂടി പറയുകയാണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ പഠിക്കാം, അതിന്റെ സിലബസ് എന്ത് ഫോളോ ചെയ്യണം, അതോടൊപ്പം ഈ ജോലിയുടെ നേച്ചർ എന്താണ്, നിങ്ങൾ എന്താണ് ഈ ജോലിയുടെ ഭാഗമായിട്ട് അപ്പോയിന്റഡ് ആവുമ്പോൾ ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ, പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നിടം മുതൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും, ഏതൊക്കെ റെഫറൻസ് ബുക്കുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ I+ന്റെ ടീമിനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻഡെപ്ത് ആയിട്ട് കിട്ടുന്ന നോളജിന്റെ ഉറവിടങ്ങൾ എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോ അടുത്ത ചുരുങ്ങിയ മിനിറ്റുകൾ നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസിനടക്കം ഏറ്റവും ഒടുവിലായിട്ട് അവസരം ഉണ്ടാവും. ഏറ്റവും ശ്രദ്ധയോടുകൂടി ഈ വെബിനാറിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഏറ്റവും ആദരവോടുകൂടി ഒരിക്കൽ കൂടി അതുൽ സാറിനെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ സെഷൻ ആരംഭിക്കാം. താങ്ക് യു. ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. അതുൽ സാറാണ്. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളെ ക്ലാസ്സുകൾ നമ്മൾ പലത് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നു വളരെ സന്തോഷമായിട്ടാണ് ശരിക്കും നമ്മൾ ഈ കോഴ്സ് ചെയ്യുന്നത്. കാരണം ഫിസിക്സുകാരെ അല്ലെങ്കിൽ കെമിസ്ട്രിക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരള PSCയിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ ജോലി ഞാൻ അങ്ങനെ തന്നെ പറയും, ഏറ്റവും വലിയ ജോലിയാണ് സയന്റിഫിക് ഓഫീസർ. അപ്പൊ അതുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ജോലി നമുക്ക് നേടിയെടുക്കാം. അപ്പോൾ ഞാനപ്പോ ഇന്ന് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാണ്. അതായത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കണം, അല്ലെങ്കിൽ ഈ ജോലി പലർക്കും അറിയില്ല ഈ സയന്റിഫിക് ഓഫീസർ എന്ന് പറയുമ്പോൾ എന്താ, ജോലിയുടെ സ്വഭാവം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടി വരിക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. ശരി, അപ്പോൾ ആദ്യത്തെ സ്ലൈഡ് വരട്ടെ. യെസ്, അപ്പൊ ഇത് നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കയറാൻ പോകുന്ന ഒരു വെബ്സൈറ്റ് ആണ് കേരള പോലീസിന്റെ. അപ്പോൾ ഈ ഫോറൻസിക് സയൻസ് ലബോറട്ടറി കേരള പോലീസിന്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, കേരള പോലീസിന്റെ അണ്ടറിലാണ് ഫോറൻസിക് സയൻസ് ലബോറട്ടറി വരുന്നത്. അപ്പൊ നമ്മൾ കേരള പോലീസിന്റെ വെബ്സൈറ്റിൽ കയറുകയാണെങ്കിലാണ് ഡീറ്റെയിൽസ്, അതായത് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് അല്ല, നിങ്ങൾക്ക് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊമോഷന്റെ കാര്യങ്ങൾ, ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ വെബ്സൈറ്റിലൂടെ ആയിരിക്കും നിങ്ങൾ നോക്കുന്നുണ്ടാവുക. അപ്പൊ ഞാനിത് ആദ്യം കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഉത്സാഹം ഉണ്ടാവണം, ജോലി നേടിയെടുക്കണം എന്ന് ആയിട്ട്. അതുകൊണ്ടാണ് അത് കാണിച്ചത് കേട്ടോ. ശരി, അടുത്തത്. ഓക്കെ, അപ്പോ നമുക്ക് ഈ ഫോറൻസിക് സയൻസ് ലബോറട്ടറി ഞാൻ ഈ ക്ലാസ്സുകൾ എടുക്കുന്ന പോലെ തന്നെയാണ് ഈ കാര്യം കൊണ്ടുപോകുന്നത്. കാരണം ഞാൻ പലപ്പോഴും ക്ലാസ് പറയുമ്പോഴും ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പൊ ചില ആളുകൾ പറയണ്ടോ സാറേ ഇതൊക്കെ എന്തിനാ പറയുന്നതെന്ന്. പക്ഷെ നമ്മൾ എന്താണ്, അടിസ്ഥാനമില്ലാതെ മുകളിലോട്ട് കെട്ടിപ്പൊക്കിയിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ലബോറട്ടറിയെ കുറിച്ചും എവിടെയൊക്കെ ജോലി ചെയ്യേണ്ടി വരും എന്നതിനെ കുറിച്ചൊക്കെ പറയണമെങ്കിൽ ഈ കാര്യങ്ങൾ കൂടി വേണം. അപ്പൊ ശരിക്കും നമ്മുടെ സ്റ്റേറ്റ് ഫോറൻസിക് സയൻസ് ലബോറട്ടറി 1961 തിരുവനന്തപുരത്ത് നിലവിൽ വന്നത്. ഡോക്ടർ തങ്കവേലു ആണ് ഇതിന്റെ ആദ്യത്തെ ഡയറക്ടറായിട്ട് ചുമതലയേറ്റത്. അദ്ദേഹം മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പൽ ആയിരുന്നു. ദെൻ ഇപ്പൊ നിലവില് ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്താണ്. അതായത് പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിന്റെ കൂടെ തന്നെയാണ് തിരുവനന്തപുരത്ത് മെയിൻ ആയിട്ടുള്ള ലാബ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റീജിയണൽ ഫോറൻസിക് ലാബ് രണ്ടെണ്ണമാണ് ഉള്ളത്, ഒന്ന് തൃശ്ശൂരും കണ്ണൂരുമാണ്. അത് മാത്രമല്ല 19 ഡിസ്ട്രിക്ട് മൊബൈൽ ഫോറൻസിക് ലാബുകൾ പല ഡിസ്ട്രിക്റ്റുകളിലായിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ എറണാകുളത്താണെങ്കിൽ തൃപ്പൂണിത്തറ, ഞാൻ കഴിഞ്ഞ ദിവസം കൂടി തൃപ്പൂണിത്തറയിൽ ട്രാവൽ ചെയ്തപ്പോൾ FSL കേരള പോലീസ് ഫോറൻസിക് സയൻസ് ലബോറട്ടറി കേരള പോലീസ് എന്ന് പറഞ്ഞ ഒരു അങ്ങോട്ടേക്കുള്ള ഡയറക്ഷൻ ഒരു ബോർഡ് കണ്ടു. അപ്പൊ ഞാൻ ഓർത്തു നമ്മുടെ പിള്ളേരെ കിട്ടിയാൽ ഇവിടെ ആയിരിക്കുമല്ലോ ജോലി ചെയ്യേണ്ടി വരിക എന്നുള്ളതൊക്കെ. എറണാകുളത്ത് മാത്രമല്ല എല്ലാ ജില്ലകളിലും ഒരുപാട് ഫോറൻസിക് സയൻസ് ലബോറട്ടറികൾ ഉണ്ട്. കൊച്ചിയിലും ഇപ്പൊ പുതിയ ഒരെണ്ണം കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെയും ലബോറട്ടറി ഉണ്ട്. അപ്പോൾ നമുക്ക് ജോലി കിട്ടുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലും ഒരു ഡിസ്ട്രിക്റ്റിൽ കിടന്ന് കറങ്ങേണ്ടി വരില്ല. കാരണം എല്ലാ ജില്ലകളിലും ഫോറൻസിക് സയൻസ് ലബോറട്ടറി ഉള്ളത് കൊണ്ട് നമ്മുടെ വീടിനടുത്തുള്ള തന്നെ ഒരു ലബോറട്ടറി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് മാത്രമല്ല ഇന്നത്തെ കാലത്ത് ഈ പറയുന്ന ക്രൈമുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഓർഡർ അനുസരിച്ചിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് അധികമായിട്ട് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് വരികയും ആളുകളെ എടുക്കുകയും ചെയ്തത്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ അടുത്ത ലിസ്റ്റ് തീരുന്നതിന് മുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ നാളെയാണ് 30-ാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അപ്പോ പ്രധാനമായിട്ടും ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ ഇത്രയും 11ഓളം ഡിവിഷനുകൾ ഉണ്ട്. ഫിസിക്സ്, ബാലിസ്റ്റിക്സ്,
ബയോളജി, സെറോളജി, DNA, ഡോക്യുമെന്റ്സ് സിവില്, സൈബർ, കെമിസ്ട്രി, എക്സ്പ്ലോസീവ് ആൻഡ് പോളിഗ്രാഫ്, ഇങ്ങനെ 11 ഡിവിഷനുകളാണ് ഉള്ളത്. അപ്പൊ ഇതിൽ വിളിക്കുന്നത്, നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത് 4 കാറ്റഗറി ആയിട്ടാണ്: ഫിസിക്സ്, ബയോളജി, ഡോക്യുമെന്റ്സ്, കെമിസ്ട്രി. ഈ ഫിസിക്സുകാരെ തന്നെ ട്രെയിൻ ചെയ്തിട്ടാണ് ബാലിസ്റ്റിക്സിൽ അവർ വർക്ക് ചെയ്യുന്നത്. പിന്നെ സൈബർ ഭാഗത്തുകൂടി ഫിസിക്സുകാർ വർക്ക് ചെയ്യുന്നുണ്ട്. ദെൻ ഈ സെറോളജി, DNA ഒക്കെ ബയോളജിക്കാരാണ്. പിന്നെ ഡോക്യുമെന്റ് സിവിലും ചെയ്യുന്നത് ഡോക്യുമെന്റ് വിഭാഗംകാർ തന്നെയാണ്. അപ്പൊ ഫിസിക്സുകാർ പൊതുവെ ഫിസിക്സ് അല്ലാതെ ഡോക്യുമെന്റേഷൻ വിഭാഗവും ജോലി ചെയ്യാറുണ്ട്. അതുപോലെ സൈബർ ക്രൈമുകളുടെ ട്രെയിനിങ് കൊടുത്തിട്ട് ആ ആളുകൾ അതും ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ നോട്ടിഫിക്കേഷൻ വരുന്നത് ഈ 4 കാര്യങ്ങളിലാണ്: ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് ഡോക്യുമെന്റ്സ്. ഓക്കെ, ഇനിയിപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ എന്താണ് കഠിനപ്പെട്ട ജോലികൾ അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ജോലികളൊക്കെയാണോ നമ്മൾ ചെയ്യേണ്ടി വരിക? അങ്ങനെയല്ല. ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുകയും അതോടൊപ്പം തന്നെ അതിനെ അനലൈസ് ചെയ്തുകൊണ്ട് അതിന്റെ റിപ്പോർട്ടുകൾ ഡയറക്റ്റ് കോടതിയിലേക്ക് കൊടുക്കുന്ന ആളുകളായിരിക്കും നിങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നിങ്ങളിപ്പോൾ ഒരു ക്രൈം സീനിൽ ചിലപ്പോൾ ക്രൈം സീനിൽ പോകേണ്ടി വരും. ഉദാഹരണം, ഫിസിക്സുകാർ ക്രൈം സീനിൽ പോകേണ്ടി വരും. ദെൻ ക്രൈം സീനിൽ നിന്ന് അവിടുത്തെ സാമ്പിളുകൾ ശേഖരിച്ച് അതിനെക്കുറിച്ചുള്ള സയന്റിഫിക് ആയിട്ടുള്ള പഠനങ്ങൾ നടത്തി, ലാബിൽ കൊണ്ടുപോയി പഠനങ്ങൾ നടത്തി ആ റിപ്പോർട്ട് കോടതിയിൽ നേരിട്ട് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഇടയിൽ വേറെ ആരുമില്ല, പോലീസ് പോലും ഇല്ല. നിങ്ങൾ ഡയറക്റ്റ് ആണ് കോടതിയിലേക്ക് ഈ പറയുന്ന റിപ്പോർട്ടുകൾ കൊടുക്കുന്നത്. ഓക്കെ, അതൊരു കാര്യം. ദെൻ ഡോക്യുമെന്റ്സ് വിഭാഗം ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇപ്പൊ കള്ള വിൽപത്രം ഉണ്ടാക്കുക, അല്ലെങ്കിൽ കള്ള ചെക്ക് കൊടുക്കുക, കള്ള സൈൻ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ചെക്ക് ചെയ്യുന്ന ആളുകളാണ് ഡോക്യുമെന്റ്സ് വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന സയന്റിഫിക് ഓഫീസേഴ്സ്. ദെൻ ഇവിടുത്തെ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു സയന്റിഫിക് ഓഫീസറായിട്ട് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോയിന്റ് ഡയറക്ടർ ഓഫ് FSL ആവാം, അഡീഷണൽ ഡയറക്ടർ ഓഫ് ഫോറൻസിക് സയൻസ് ലബോറട്ടറി ആവാം. ഞാനൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡയറക്ടർ ഓഫ് ഫോറൻസിക് സയൻസ് ലബോറട്ടറി. സാധാരണ ഈ ഡയറക്ടർ പോസ്റ്റിലേക്ക് വരുന്നത് സിവിൽ സർവീസ് പാസ്സായ ആളുകളാണ്. സിവിൽ സർവീസ് IAS കാരാണ് സാധാരണ ഇങ്ങനെയുള്ള പോസ്റ്റുകൾ വരുന്നത്. പക്ഷേ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആൾ എന്ന് പറയുന്നത് സയന്റിഫിക് ഓഫീസറായിട്ട് കയറുന്ന ആൾ തന്നെയാണ്. അപ്പോൾ ഒരു 10-30 വയസ്സിന് താഴെ നിങ്ങൾ കയറുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ജോയിന്റ് ഡയറക്ടറോ അഡീഷണൽ ഡയറക്ടറെങ്കിലും ആവാം. സർവീസ് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്ടർ ഓഫ് ഫോറൻസിക് സയൻസ് ലബോറട്ടറി ആവാം. അതായത് നല്ല കാറ് കിട്ടും, ഫ്രണ്ടില് എന്താണ് മറ്റേ ചുവന്ന ഇതൊക്കെ ഗവൺമെന്റ് ഓഫ് കേരള FSL ഫോറൻസിക് സയൻസ് ലബോറട്ടറി ഡയറക്ടർ എന്നൊക്കെ ബോർഡ് വെച്ച് നിങ്ങൾക്ക് സഞ്ചരിക്കാം എന്നുള്ള അർത്ഥമാണ്. വലിയ വില കിട്ടുന്ന ഒരു ജോലിയാണ്. മാത്രമല്ല അതൊക്കെ ആയിട്ട് റിട്ടയർ ആയി കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ആത്മകഥ എഴുതാനുള്ള ചാൻസ് കിട്ടും എന്നുള്ളതാണ് സത്യം. ശരി, നമ്മൾ ഉമാദത്തിന്റെ ഫോറൻസിക് സർജനായിട്ട് ഉമാദത്തിന്റെ ഒക്കെ ഈ പറയുന്ന ആത്മകഥയൊക്കെ വായിച്ചിട്ടില്ല എന്ന് പറയുന്ന പോലെ ഭാവിയിലെ ഷെർലക് ഹോംസുകളാവാം നിങ്ങളൊക്കെ. ശരി, അപ്പോൾ FSLന്റെ മറ്റൊരു അട്രാക്റ്റീവ് കാര്യം എന്ന് പറഞ്ഞാൽ സാലറി തന്നെയാണ്. 51,400 ടു 1,10,300 ആണ് ഇതിന്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പൊ ഏകദേശം ഒരു 65-70-75 ഒക്കെ സ്റ്റാർട്ടിങ് കിട്ടാൻ ചാൻസ് ഉണ്ട്. സാലറി മാത്രമല്ല, നിങ്ങൾ കയറുന്നത് ഗസറ്റഡ് ഓഫീസർ ആണ്. ഏകദേശം ഒരു CI സർക്കിൾ ഇൻസ്പെക്ടർ റാങ്ക്. നിങ്ങൾ അതായത് നമുക്ക് ഈ പോലീസിൽ വരുമ്പോൾ ഇതിൽ റാങ്കിങ് ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ യൂണിഫോം ഇട്ട് പോയിരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, എങ്കിലും അവരെക്കാൾ ഉയർന്ന റാങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പോലീസിന്റെ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാവും. നമുക്ക് ടോൾ കൊടുക്കുന്നിടത്ത് ടോൾ കൊടുക്കാതെ പോകാനുള്ള സൗകര്യങ്ങൾ കിട്ടും അല്ലെ. പോലീസുകാർക്ക് ഇങ്ങനെ ടോൾ ഇല്ലല്ലോ, ടോൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ക്വാർട്ടേഴ്സ് കിട്ടും. ദെൻ പച്ച മഷിയായിട്ട്, ഞാൻ എഴുതിയിരിക്കുന്ന പച്ച മഷിയിലാണ് ഗസറ്റഡ് ഓഫീസർ എന്ന് പറഞ്ഞാൽ. പച്ച മഷിയായിട്ട് ഇരിക്കാൻ നിങ്ങൾക്ക് ഗസറ്റഡ് ആണ് നിങ്ങൾ. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്ക് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പൊ എന്താണ് ഈ ഡോക്യുമെന്റ്സിലെ ആളുകൾ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഹാൻഡ് റൈറ്റിംഗ്, ടൈപ്പ് റൈറ്റിംഗ്, പ്രിന്റിംഗ് മാറ്റേഴ്സ്, അനാലിസിസ് ഓഫ് ഇങ്ക് എക്സെട്ര. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കള്ളത്തരം കാണിക്കുകയാണെങ്കിൽ അതിന് ശാസ്ത്രീയമായിട്ട് പഠിച്ച് റിപ്പോർട്ടുകൾ കോടതിയിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് ഈ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന വിഭാഗം. അതായത് കൂടുതലും ലാബുകൾ തന്നെയായിരിക്കും ഈ ആളുകൾ ജോലി ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ ഡോക്യുമെന്റ്സിലെ ആളുകൾ ഇപ്പൊ കുറവായതുകൊണ്ട് ഫിസിക്സിലുള്ള ആളുകളെ പ്രത്യേകം ട്രെയിനിങ് കൊടുത്തിട്ടാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഡോക്യുമെന്റ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഒഴിവുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് അതും നമ്മൾ ഫിസിക്സ് സയന്റിഫിക് ഓഫീസറിന് ഫിസിക്സ് പഠിക്കുന്ന പോലെ തന്നെ ഡോക്യുമെന്റ്സിന്റെയും കാര്യമായിട്ട് പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഇനിയിപ്പോ ചില ആൾക്ക് സംശയം ഉണ്ടാവും, ഇത്രയും വലിയ പോസ്റ്റ് ഒക്കെ അല്ല, അപ്പൊ കുറച്ച് ആളുകളെയാണോ ഇതിന്റെ അകത്ത് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നൊക്കെയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം, അതായത് 2020 കാറ്റഗറി നമ്പർ 026 ആയിട്ട് വിളിച്ച നോട്ടിഫിക്കേഷൻ ആയിരുന്നു. 27/1/2021 ആണ് പരീക്ഷ നടന്നത്. ദെൻ എനിക്ക് തോന്നുന്നു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാനായിട്ട് ഏകദേശം 1 വർഷം എടുത്തു. അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വീണ്ടും വന്നത്. അന്നത്തെ കട്ട് ഓഫ് മാർക്ക് 53 മാർക്കായിരുന്നു. അതായത് 100 മാർക്കിന്റെ പരീക്ഷയിൽ 53 മാർക്ക് മാത്രമാണ് കട്ട് ഓഫ് വന്നത്. ഇപ്പൊ എഴുതുന്ന നിങ്ങൾ LDC അല്ലെങ്കിൽ വേറെ ഏത് പരീക്ഷ എടുത്തു കഴിഞ്ഞാലും എന്താണ് ഡിഗ്രി ലെവലുള്ള പരീക്ഷ, സെക്രട്ടറി അസിസ്റ്റന്റ്, അങ്ങനെ ഒരുപാട് പരീക്ഷകളുണ്ട്.
ആ പരീക്ഷയുടെ അത്രയും പോലും കട്ട് ഓഫ് ഇതിനകത്ത് വരുന്നില്ല എന്നുള്ളത്. അതായത് സബ്ജക്ട് അറിയാവുന്ന ആളുകൾ മാത്രമാണ് ഇത് എഴുതുന്നത്. അപ്പൊ സബ്ജക്ട് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും എന്നുള്ളതാണ് അർത്ഥം. മെയിൻ ലിസ്റ്റ് 49 പേരുണ്ടായിരുന്നു, 49 പേര്. സപ്ലിമെന്ററി ലിസ്റ്റിൽ കൂടി ചേർത്തിട്ട് ആകെ 108 പേരാണ് ആ ലിസ്റ്റിന്റെ അകത്ത് ഉണ്ടായിരുന്നത്. കട്ട് ഓഫ് മാർക്ക് 53. ഓക്കെ, യെസ്. അപ്പോ അഡ്വൈസുകൾ എത്ര ആളുകൾക്ക് ജോലി കിട്ടി എന്നുള്ളതാണ്. 22 പേർക്കാണ് ജോലി കിട്ടിയത്. ഇപ്പൊ അഡ്വൈസ് മാത്രമല്ല, നമ്മൾ എത്ര പേര് ജോയിൻ ചെയ്യുന്ന കൂടി നോക്കണം. പക്ഷേ ഈ ജോലിയിൽ നിന്ന് കിട്ടിയ ആരും പോവില്ല. അപ്പൊ നമ്മൾ അന്വേഷിച്ച അനുസരിച്ചിട്ട് ഏകദേശം 22 പേരോളം ഈ ലിസ്റ്റിൽ നിന്ന് ആളുകൾ കയറിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് അഡ്വൈസ് നടന്നത് ഈ 2023 തന്നെയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അടുത്ത വർഷം 2025 ജനുവരി 19 തീയതി ആകുമ്പോൾ ഈ ലിസ്റ്റ് ക്യാൻസൽ ആവും. ആ ക്യാൻസൽ ആവുന്ന അപ്പോൾ തന്നെ അടുത്ത ലിസ്റ്റ് നിലവിൽ വരണം. അപ്പൊ ഈ ഡിസംബറിൽ പരീക്ഷ വിളിച്ചു കഴിഞ്ഞാൽ, 30 പരീക്ഷ വിളിച്ചു കഴിഞ്ഞാൽ ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പരീക്ഷ നടക്കുകയും അതിനുശേഷം ഡിസംബർ ആവുമ്പോൾ ലിസ്റ്റ് നിലവിൽ വരികയും വേണം. അപ്പോൾ ഒരു വർഷം സമയത്തിനുള്ളിൽ ഈ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതുകൊണ്ട് തന്നെ അടുത്തൊരു 4-5 മാസത്തിനുള്ളിൽ പരീക്ഷ വരാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ 2025 എന്ന് പറയുന്നൊരു വർഷം വരുമ്പോൾ നമുക്ക് ജോലി കിട്ടുന്ന രീതിയിലായിരിക്കും നമ്മുടെ പഠനം മുന്നോട്ട് പോകാനായിട്ട്. കിട്ടുന്നുണ്ടോ? ദെൻ അപ്പോൾ നമ്മൾ ഏത് റാങ്ക് വരെ വന്നു എന്ന് ചോദിച്ചാൽ ഓപ്പൺ കാറ്റഗറി 12, ഈഴവ 24, SC ആണെങ്കിൽ സപ്ലിമെന്ററി 01 ആണ്, മുസ്ലിം 29. അപ്പോൾ അത് ഓരോ കാറ്റഗറി ബേസ് വരുന്നതാണ്. നമ്മൾ ഈ കാറ്റഗറി ബേസും തൽക്കാലം നോക്കണ്ട. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കുമ്പോൾ ആദ്യത്തെ 10 വരണം എന്ന രീതിയിൽ തന്നെ പഠിക്കാം. ഞാൻ അങ്ങനെ പറയുള്ളൂ. നമ്മൾ 20, 30 ഒന്നും അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. ആദ്യത്തെ 10 വരണം, ഇതാവണം എന്ന രീതിയിൽ തന്നെ പഠിക്കണം. അപ്പൊ അതുകൊണ്ട് ഈ കാറ്റഗറി ബേസ് ഉള്ള ഇതൊന്നും വേണ്ട. ചില ആളുകൾ പറയാറുണ്ട്, അയ്യോ ഞാൻ ഇന്ന കാറ്റഗറിയാണ് എനിക്ക് കിട്ടിയേനെ എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കണ്ട. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കും. ആദ്യത്തെ 10 വന്നാൽ എന്തായാലും 10 കൂടുതൽ 3 വർഷം ലിസ്റ്റിന് കാലാവധി വരും. അപ്പൊ 10 കൂടുതൽ എന്തായാലും നിയമങ്ങൾ നടക്കും. ആദ്യത്തെ 10 വരാൻ വേണ്ടിയിട്ട് അത്രയും ഇതായിട്ട് പഠിക്കണം. ഓക്കെ, ഇനി നമ്മൾ ഫിസിക്സിന്റെ കാര്യങ്ങളാണ് ഇത്രയും നേരം പറഞ്ഞത്. ദെൻ ഡോക്യുമെന്റ്സില് കാര്യം. അപ്പൊ ഡോക്യുമെന്റ്സിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് 2014-ലും പരീക്ഷ നടന്നത് 2016-ലുമാണ്. റാങ്ക് ലിസ്റ്റ് 2018-ലാണ് പബ്ലിഷ് ചെയ്തത്. ഓക്കെ, റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ആയി. 2021-ൽ ഈ റാങ്ക് ലിസ്റ്റ് റദ്ദായി. അപ്പൊ നിലവിൽ ഇതിന് റാങ്ക് ലിസ്റ്റ് ഇല്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഒരു കാര്യം ശ്രദ്ധിക്കണം, 33.3 മാർക്ക് ഉണ്ടായിരുന്നു ഡോക്യുമെന്റ്സിൽ കട്ട് ഓഫ് എന്ന് പറയുന്നത്. മെയിൻ ലിസ്റ്റിൽ 67 പേരും മെയിൻ ലിസ്റ്റും സപ്ലിമെന്ററി ലിസ്റ്റിലും കൂടി 114 പേരുണ്ടായിരുന്നു. പേ സ്കെയിൽ സെയിം ആണ്. 51,400 മുതൽ 1,10,300 രൂപയാണ് ആ പറയുന്ന പേ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 21, 22, 23 ഇപ്പൊ 2 വർഷമായിട്ട് ലിസ്റ്റ് നിലവിൽ ഇല്ല. 24 ആകുമ്പോൾ 3 വർഷമായിട്ട് ലിസ്റ്റ് നിലവിലില്ല. അപ്പൊ പരീക്ഷ നടന്ന 4 വർഷത്തെ ഒഴിവുകളും ഇതിന്റെ അകത്ത് നിന്ന് നികന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ മറ്റുള്ളതിനേക്കാൾ സാധ്യത കൂടുതൽ ഡോക്യുമെന്റ്സ് വിഭാഗത്തിൽ തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കണം നമ്മൾ. ശരി, അടുത്തത്. അപ്പൊ ഇവിടെ അഡ്വൈസ് 20 നടന്നത് കേട്ടോ. അതായത് 2018 ഈ നോട്ടിഫിക്കേഷൻ വിളിച്ചത് വെറും 2 വേക്കൻസിക്കാണ് വിളിച്ചത്. പക്ഷെ ലിസ്റ്റ് റദ്ദാവുന്ന സമയത്ത് ഏകദേശം 20 പേരെ ഇതിൻ്റെ അകത്ത് നിന്ന് എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് അർത്ഥം. ഈ 20 പേര് എടുത്തതിൽ ഒരാളെ എനിക്കറിയാം. എൻ്റെ ഒരു സുഹൃത്ത് ഇതിൻ്റെ അകത്തുണ്ട്. അതായത് ഈ പറയുന്ന ഡോക്യുമെന്റ്സിൽ വർക്ക് ചെയ്യുന്ന ആളുണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴെങ്കിലും ഇപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥരായതുകൊണ്ട് ഇങ്ങനെയുള്ള വെബിനാറിൽ വരാനായിട്ട് അവർക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് ആളെ കിട്ടുകയാണെങ്കിൽ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് അദ്ദേഹത്തെ കൊണ്ട് ഒരു വെബിനാർ നമുക്ക് ചെയ്യിക്കാം കേട്ടോ. അപ്പോ അങ്ങനെയാണ് 20 പേർക്കോളം കിട്ടി. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പൺ കാറ്റഗറിയിൽ 13, SC 04, LC സപ്ലിമെന്ററി 1 അങ്ങനെയാണ്. ഓക്കെ, അടുത്തത്. യെസ്, ഇനിയാണ് ഇത്ര നമ്മൾ കഥയാണ് പറഞ്ഞത്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇന്നതൊക്കെയാണ് ജോലി, ഇത്ര പേർക്ക് ജോലി കിട്ടി, ഇതൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കണം. അപ്പൊ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇത്രയും നേരം നിങ്ങളൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വിട്ടുകളയരുത്, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ കം ടു ദ പോയിന്റ്. നമ്മൾ ഫിസിക്സിന്റെ സിലബസ് പറയാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വലിച്ചു വാരി എല്ലാം കൂടി പറയുന്നില്ല. ഓരോ മൊഡ്യൂള് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പുസ്തകങ്ങൾ, ഈ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ 100 മാർക്കാണ് പരീക്ഷ. മറ്റുള്ള പരീക്ഷ പോലെ ഇപ്പൊ HSST ഫിസിക്സ് വിളിച്ചപ്പോഴും ഞങ്ങളുടെ പിള്ളേർക്ക് വെല്ലുവിളി ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു. അതായത് 70 മാർക്കേ സബ്ജക്റ്റ് ഉള്ളൂ, ഫിസിക്സ് ഉള്ളൂ. ബാക്കി 30 മാർക്ക് ജനറൽ ആണ്, ടീച്ചിങ് എബിലിറ്റി അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. അപ്പൊ ഈ സബ്ജക്ട് അറിയാവുന്ന ആൾക്ക് 70 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ജനറൽ PSC പഠിക്കുന്ന ഒരാൾ വന്നാൽ അയാൾക്ക് ഒരു 10 മാർക്കും 20 മാർക്കും അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പുറത്ത് അതുമായിട്ട് മാച്ച് ചെയ്ത് ചിലപ്പം അതറിയാവുന്ന ആളുകൾ കയറിപ്പോകും. അങ്ങനെ പ്രശ്നമാണ്. പക്ഷെ ഇവിടെ അങ്ങനെ പ്രശ്നമില്ല. 100 മാർക്കും ഫിസിക്സ് ആണ്. കഴിഞ്ഞ സിലബസിൽ 100 മാർക്കും ഫിസിക്സ് ആണ്. അങ്ങനെ തന്നെ വരാൻ സാധ്യതയുള്ളൂ. ഒരു 99%. PSC ആയതുകൊണ്ടാണ് ഇതിന് 1% പറയുന്നത്.
അപ്പൊ ഇതിന്റെ അകത്ത് 100 മാർക്കിന്റെ ചോദ്യങ്ങൾ 10 യൂണിറ്റുകളാണ്. ഓരോ യൂണിറ്റിൽ നിന്നും 10 മാർക്ക് വെച്ചാണ്. ചിലപ്പം 11, 12 അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി വരാം. അപ്പൊ 10 യൂണിറ്റുകൾ എന്ന് പറയുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സ് പഠിക്കാനുണ്ട്, മാത്തമാറ്റിക്കൽ ഫിസിക്സ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, ക്വാണ്ടം മെക്കാനിക്സ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ഉണ്ട്, ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കൽ ഫിസിക്സ് ഉണ്ട്, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ഉണ്ട്, അറ്റോമിക് ആൻഡ് മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്, മൈക്രോ പ്രോസസർ ഉണ്ട്, ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സും പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സിലബസിന്റെ അകത്ത് ഇലക്ട്രോ ഡൈനാമിക്സ് ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇലക്ട്രോ ഡൈനാമിക്സ് ഇല്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ FSL ഈ സിലബസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ കോളേജിലേക്ക് വിളിച്ച ഫിസിക്സിന്റെ അസിസ്റ്റന്റ് പ്രൊഫസറിന് വന്ന അതേ സിലബസ് ആണ്. അതിനുശേഷം ഫോറൻസിക്കിലും അതേ സിലബസ് വന്നു. ദെൻ HSST ഞങ്ങളിപ്പോ പറഞ്ഞു, HSSTയിലെ 13 റാങ്കുള്ള കുട്ടിയും അങ്ങനെ 10 റാങ്കോളം നമുക്കുണ്ടായിരുന്നു. അപ്പൊ അതിൽ നമ്മൾ ഇതേ സെയിം സിലബസ്, അതായത് സയന്റിഫിക് ഓഫീസിന് അതേ സിലബസ് ആണ് HSST ഫിസിക്സിൽ വന്നത്. സയന്റിഫിക് ഓഫീസിന്റെ അതേ സിലബസ് ആണ് നോൺ വൊക്കേഷണൽ ടീച്ചർ, ഹയർ സെക്കൻഡറി നോൺ വൊക്കേഷണൽ ടീച്ചറിന്റെ സിലബസും ഇതേ സെയിം സിലബസ് ആയിരുന്നു. അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല. നമ്മുടെ ഒത്തിരി കുട്ടികളുണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, കാരണം നല്ല പരീക്ഷയെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു 2 റൗണ്ട് നമ്മൾ ക്ലാസ് എടുത്ത് കഴിഞ്ഞ ടോപ്പിക്കുകളാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ എവിടെ നിന്ന് എന്ത് ചോദിക്കുമെന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ അത്രയും കോൺഫിഡന്റ് ആയിട്ട് ഈ കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. ശരി, അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഓരോന്നായിട്ട് നോക്കാം. നെക്സ്റ്റ് ഇടതുവശത്തുണ്ട് 100 മാർക്കും ഫിസിക്സ് ആണ്. ക്ലാസിക്കൽ മെക്കാനിക്സ് നമ്മൾ പുസ്തകങ്ങൾ പലപ്പോഴും ഈ HSSTയുടെ പരീക്ഷ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ പണ്ടത്തെ ഒരു പാറ്റേൺ ഒക്കെ മാറി. പണ്ടാണെങ്കിൽ ഒരു 100 പ്രോബ്ലം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു എല്ലാ പരീക്ഷകളും, ഇൻക്ലൂഡിങ് CSIR നെറ്റ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, കോമ്പറ്റീഷൻ ലെവൽ കൂടിയതുകൊണ്ട് വളരെ 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 സബ്ജക്റ്റീവ് ആയിട്ടാണ് കാര്യങ്ങൾ വരുന്നത്. സബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, പുസ്തകം വായിച്ചാൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, പുസ്തകം വായിച്ചാൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ശരിക്കും പുസ്തകം വായിക്കുന്നത് ഞാനാണ്. അതായത് നമുക്ക് ഈ എല്ലാ പുസ്തകവും കൂടി വായിച്ച് എടുക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പൊ എന്താ ചെയ്യുക, നമ്മളിപ്പോൾ ഓൾറെഡി ഞാൻ കുറെ തവണ ഇത് വായിച്ചു കഴിഞ്ഞു ഈ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയും വായിക്കുകയാണ്. ഞാൻ ഓരോ തവണ പഠിപ്പിക്കുമ്പോഴും ഓരോ രീതിയിലാണ് പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. കാരണം ഓരോ തവണയും പാറ്റേൺ ചെറുതായിട്ട് മാറുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ നമ്മൾ അപ്ഡേറ്റ് ആവണം. അപ്പൊ ഇത്തവണ നമ്മൾ കൂടുതൽ പുസ്തകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സ് എടുക്കുകയാണെങ്കിൽ ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ അകത്ത് 3 പുസ്തകങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഉപാധ്യായ, JC ഉപാധ്യായ എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്. ദെൻ ഓൾസോ നമ്മളെ സ്വന്തം അരുൾദാസ് സാർ, കേരള യൂണിവേഴ്സിറ്റിക്കാരുടെ ബൈബിൾ എന്നാ പറയുന്നത് ഈ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്ന അരുൾദാസാറിന്റെ പുസ്തകം. കേരള യൂണിവേഴ്സിറ്റിയിൽ PG പഠിച്ചിട്ടുള്ള, ഡിഗ്രി പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം. അപ്പോൾ അരുൾദാസ് സാറിന്റെ ക്ലാസിക്കൽ മെക്കാനിക്സ്, ദെൻ ഗോൾസ്റ്റീന്റെ ക്ലാസിക്കൽ മെക്കാനിക്സ്, അതാണ് ഏറ്റവും വലതുവശത്ത് കാണുന്ന 3ാമത്തെ പുസ്തകം. അപ്പൊ ഈ 3 പുസ്തകങ്ങൾ വെച്ചാണ് ഞാൻ ശരിക്കും പഠിപ്പിക്കുന്നത്. ഇപ്പോൾ കൺസ്ട്രെയിന്റ് ജനറലൈസ്ഡ് കോർഡിനേറ്റ് പോലെ ഇപ്പോൾ നമ്മളൊരു വീഡിയോ യൂട്യൂബിൽ പോയിട്ടുണ്ട്. ആ വീഡിയോ നമ്മൾ ക്ലാസ് റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്ന അരുൾദാസ് സാറിന്റെ പുസ്തകമാണ്. ദെൻ ഓൾസോ ഉപാധ്യായയുടെ പുസ്തകവും നല്ലതാണ്. അത് നമ്മൾ ഈ റൊട്ടേഷൻ ഇനേഷ്യ അങ്ങനെയുള്ള കാര്യം, കൊറിയോളിസിസ് ഫോഴ്സ് അതൊക്കെ പറയാൻ വേണ്ടി നമ്മൾ ഈ പറയുന്ന ക്ലാസിക്കൽ മെക്കാനിക്സ് JC ഉപാധ്യായ പുസ്തകം ഉപയോഗിക്കേണ്ടത്. നല്ല പുസ്തകം കേട്ടോ, നല്ല രസമാണ് എഴുത്തൊക്കെ. ദെൻ ഈ ഗോൾസ്റ്റിന്റെ പുസ്തകം കുറച്ച് ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ് കൂടിയതാണ്. അപ്പൊ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പുസ്തകം വായിച്ചു പോകുന്നതെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഈ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന കുറെ ലൈൻസിന് ചോദ്യങ്ങൾ വരാറുണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട്. ആ സ്റ്റേറ്റ്മെന്റ് ഒന്നും നമുക്ക് പോകാൻ പാടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ പുസ്തകം എടുക്കുന്നത് വായിക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം അവൈലബിൾ ആണ് നമുക്ക് ആമസോണിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ലൈബ്രറി ഫെസിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ കിട്ടുന്ന പുസ്തകങ്ങളായിട്ട് നല്ല പുസ്തകങ്ങൾ സ്വന്തമായിട്ട് വാങ്ങിച്ചു വെച്ചാൽ നഷ്ടമൊന്നുമില്ല. ദെൻ നമ്മുടെ 2ാമത്തെ യൂണിറ്റ് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് ഗ്രൂപ്പ് തിയറി. നിങ്ങൾ വെറുതെ ഒരു പേപ്പറിലോ എന്തെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോ, നല്ലതാണ് ഈ പുസ്തകങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നത്. ദെൻ മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് ഗ്രൂപ്പ് തിയറി. ഇതിന്റെ അകത്ത് ഏറ്റവും നല്ല പുസ്തകം എന്ന് പറയുന്നത് HK ദാസിന്റെ മാത്തമാറ്റിക്കൽ ഫിസിക്സ് ആണ്. നിങ്ങൾ കാണുന്ന 8th എഡിഷൻ ഏറ്റവും ലേറ്റസ്റ്റ് പുസ്തകമാണ്. പക്ഷേ ഏറ്റവും ലേറ്റസ്റ്റ് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. ഇതിന്റെ 7th എഡിഷൻ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ, 7th എഡിഷൻ എടുക്കുകയാണെങ്കിൽ നല്ല പുസ്തകമാണ്. അതായത് ഈ 8th എഡിഷൻ പ്രോബ്ലംസ് കൂടുതലുണ്ടെങ്കിലും ചെറിയ മിസ്റ്റേക്കുകളുണ്ട്, ചെറിയ മിസ്റ്റേക്കുകളുണ്ട്. ഞാൻ എന്നിട്ട് ഈ പറഞ്ഞ HK ദാസിന് ഒരു മെയിൽ ഇട്ടിരുന്നു. അപ്പൊ അദ്ദേഹം എന്നിട്ട് തെറ്റ് ചൂണ്ടിക്കാണിച്ചതിന് വളരെ നന്ദി എന്നൊക്കെ എനിക്ക് മെയിൽ ചെയ്യുകയും ചെയ്തു. ഞാൻ വിചാരിച്ചു പുസ്തകം തിരിച്ചു വാങ്ങിച്ചിട്ട് വേറെ പുസ്തകം തരുമായിരിക്കും, പക്ഷെ അങ്ങനെ തന്നില്ല കേട്ടോ. അപ്പൊ ഇന്ത്യയിൽ 8th എഡിഷനും ഉണ്ട്, അതുപോലെ തന്നെ 7th എഡിഷനും പുസ്തകമുണ്ട്. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ കാണിച്ചു തരാം 2 പുസ്തകം. 7th എഡിഷൻ നല്ല രസമാണ്. പിന്നെ ഹാഫ്കന്റെ പുസ്തകം MG യൂണിവേഴ്സിറ്റിയിൽ PG ക്ലാസ്സിൽ പഠിക്കുന്ന പുസ്തകമാണ് ഹാഫ്കന്റെ പുസ്തകം എന്ന് പറയുന്നത്. ഹാഫ്കന്റെ പുസ്തകവും കുഴപ്പമില്ല, പക്ഷെ നമുക്ക് ഈ പരീക്ഷയ്ക്ക് പഠിക്കാൻ നല്ല പുസ്തകം ഈ പറയുന്ന 8th എഡിഷൻ HK ദാസ് അല്ലെങ്കിൽ 7th എഡിഷൻ HK ദാസ് ആണ്. ആൻഡ് ഓൾസോ സത്യപ്രകാശിന്റെ മാത്തമാറ്റിക്കൽ ഫിസിക്സും നല്ലൊരു പുസ്തകം തന്നെയാണ്. ഏറ്റവും വലതുവശത്ത് കാണുന്ന നീല പുസ്തകമാണ് സത്യപ്രകാശിന്റെ പുസ്തകം. അപ്പോൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ HK ദാസിന്റെ പുസ്തകവും അതുപോലെ സത്യപ്രകാശിന്റെ പുസ്തകം വെച്ച് പഠിക്കുക. അഡീഷണൽ നോളജിനാണെങ്കിൽ ഹാഫ്കന്റെ പുസ്തകമായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പ്രോബ്ലംസ് ചെയ്യാനാണെങ്കിൽ HK ദാസ് സാറിന്റെ പുസ്തകമാണ് മച്ച് മോർ ബെറ്റർ. ഓക്കെ, അടുത്തത് 3ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ആണ്. ഇലക്ട്രോണിക്സിൽ നമുക്ക് 3 പുസ്തകങ്ങളാണ് പറയുന്നത്. പ്രധാനപ്പെട്ട 2 പുസ്തകങ്ങൾ ഗെയ്ക്വാദിന്റെ
ഒപ്പാം ആൻഡ് ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. കാരണം നമ്മുടെ സിലബസിന്റെ അകത്ത് ഓപ്പറേഷൻ ആംപ്ലിഫയർ കണ്ടമാനം കേട്ടിട്ടുണ്ട്. ഫിൽറ്ററുകൾ, ബട്ടർഫ്ലൈ ഫിൽറ്റർ, ലോ പാസ് ഫിൽറ്റർ, ഹൈ പാസ് ഫിൽറ്റർ, പിന്നെ ബട്ടർ പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ട് 3-4 ഫിൽറ്ററുകളുണ്ട്. പെട്ടെന്ന് എനിക്ക് പേര് പറയാൻ കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. അങ്ങനെ ഫിൽറ്ററുകൾ ഒരുപാടുണ്ട്. അപ്പൊ ആ ഫിൽറ്ററുകൾ നമുക്ക് നോക്കണം. ഫസ്റ്റ് ഓർഡർ ഫിൽറ്റർ ഉണ്ട്, സെക്കൻഡ് ഓർഡർ ഫിൽറ്റർ ഉണ്ട്, അങ്ങനെ അതിന്റെ കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പൊ അത് നോക്കാനായിട്ട് ആ പുസ്തകം നല്ലതാണ്. ബേസിക് ഇലക്ട്രോണിക്സ് ബൈ BL തെരേജ. ആ പുസ്തകം എന്ന് പറയുന്നത് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിൽ ഫിസിക്സ് സബ് പഠിക്കുന്ന ആളുകൾ, നിങ്ങൾക്ക് ഈ പുസ്തകങ്ങൾ എങ്ങനെ കിട്ടും എന്നുള്ള കാര്യം വേണ്ടി ഇതെല്ലാം പറയുന്നത് കേട്ടോ. നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിൽ ഫിസിക്സ് BSc ഫിസിക്സ് പഠിക്കുന്ന ആളുകൾക്ക് ചില കോളേജിൽ സബ് ഇലക്ട്രോണിക്സ് ഉണ്ട്. സബ് ഇലക്ട്രോണിക്സ് ഉള്ള ആളുകൾ പഠിക്കുന്ന അവരുടെ റെഫറൻസ് പുസ്തകമാണ് BL തെരേജയുടെ ബേസിക് ഇലക്ട്രോണിക്സ്. അത്യാവശ്യം കുറെ കാര്യങ്ങൾ, FET, ട്രാൻസിസ്റ്റേഴ്സ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡുകൾ, അതുപോലെ സോളാർ സെല്ല്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ടുണ്ട്. ഓസിലേറ്റേഴ്സ് ഇതൊക്കെ ഉണ്ട്. ദെൻ റൈറ്റ് സൈഡിൽ കാണുന്ന ഒപ്റ്റിക് ഫൈബർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒരു പുസ്തകമുണ്ട്. സപ്ന കട്ടിയാറിന്റെ ഒരു പുസ്തകമാണ്. അതിപ്പോ ഞാൻ പറയുന്നില്ല, എങ്കിലും ഞാൻ അതിന്റെ കയ്യിൽ ഉണ്ട്. കാരണം എന്തെങ്കിലും ഇപ്പോൾ ഒപ്റ്റിക് ഫൈബറിന്റെ കണ്ടന്റുകൾ നോക്കാൻ വേണ്ടി നമ്മൾ അത് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ 3 പുസ്തകങ്ങളാണ് ഇലക്ട്രോണിക്സിൽ നമ്മൾ നോക്കുന്ന പുസ്തകങ്ങൾ. ദെൻ 4ാമത്തെ മൊഡ്യൂള് ക്വാണ്ടം മെക്കാനിക്സ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഓരോ മൊഡ്യൂളിലും 10 മാർക്ക് കേട്ടോ. നിങ്ങളൊരു 6 മൊഡ്യൂൾ തന്നെ നന്നായിട്ട് പഠിച്ച് 60 മാർക്ക് കിട്ടിയാൽ, 60 മാർക്ക് കിട്ടില്ല, പക്ഷെ കിട്ടിയാൽ നിങ്ങൾ ലിസ്റ്റിൽ കയറും. കാരണം 53 മാർക്ക് കട്ട് ഓഫ് ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നല്ല കോമ്പറ്റീഷൻ ലെവൽ ആയിട്ട് പോലും അത്രേ കട്ട് ഓഫ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഈസി ചോദ്യങ്ങളായിരുന്നു, പക്ഷെ എന്നിട്ട് പോലും അത്രേ കട്ട് ഓഫ് ഒന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ പഠിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. അപ്പൊ ക്വാണ്ടം മെക്കാനിക്സ് എനിക്ക് പഠിപ്പിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഭാഗമാണ് ക്വാണ്ടം മെക്കാനിക്സ്. അത് രസമാണ്. അപ്പൊ ക്വാണ്ടം മെക്കാനിക്സിൽ ഏറ്റവും നല്ല പുസ്തകം നൂർദിൻ സെറ്റ്ലിയുടെ ക്വാണ്ടം മെക്കാനിക്സ് കൺസെപ്റ്റ്സ് ആൻഡ് ആപ്ലിക്കേഷൻ. നിങ്ങൾ ആദ്യം കാണുന്ന ആ പച്ച പുസ്തകമാണ്. നല്ല പുസ്തകം കേട്ടോ, നല്ല പുസ്തകം. പ്രോബ്ലംസ് ഉണ്ട്, ആ പ്രോബ്ലംസിന്റെ സൊല്യൂഷൻ ഉണ്ട്. ദെൻ നല്ല പുസ്തകം, അതാണ്. വെറുതെ എങ്കിലും ഓർമ്മ മേടിച്ച് കൈവച്ചാൽ നല്ല രസമായിരിക്കും സബ്ജക്ട് പഠിക്കാനായിട്ട്. ദെൻ ഓൾസോ നമ്മുടെ അരുൾദാസ് സാറ്, ക്വാണ്ടം മെക്കാനിക്സ് ബൈ അരുൾദാസ് സാറ്, ആ പുസ്തകം നല്ല പുസ്തകം തന്നെയാണ്, പക്ഷേ മച്ച് മോർ ബെറ്റർ. ഇതിപ്പോ എന്റെ അഭിപ്രായമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ ഈ പുസ്തകങ്ങൾ വായിക്കുന്നതുകൊണ്ടാണ് ഇത് പറയുന്നത്. ചില ആളുകൾക്ക് അരുൾദാസിന്റെ പുസ്തകമായിരിക്കും ഇഷ്ടം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഓക്കെ, ഞാൻ ഈ പ്രോബ്ലം ഒക്കെ സെലക്ട് ചെയ്യുന്ന രീതിയിലും ക്ലാസ് എടുക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന രീതി വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ സെറ്റ്ലിയുടെ പുസ്തകം നല്ലതാണ്. ദെൻ ഓൾസോ അരുൾദാസ് സാറിന്റെ ആണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അഡീഷണൽ നോളജിന് വായിക്കാനാണെങ്കിൽ സാക്കുറൈ, JJ സാക്കുറയുടെ മോഡേൺ ക്വാണ്ടം മെക്കാനിക്സ് ഉണ്ട്. ഇത് MG യൂണിവേഴ്സിറ്റിയിൽ MSc ഫിസിക്സ് പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന പുസ്തകമാണ്. ഈ പറയുന്ന JJ സാക്കുറയുടെ മോഡേൺ ക്വാണ്ടം മെക്കാനിക്സും ക്വാണ്ടം മെക്കാനിക്സ് കൺസെപ്റ്റ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ബൈ നൂർദിൻ സെറ്റ്ലിയാണ്. അപ്പോ 3 നല്ല പുസ്തകമാണ്. ആദ്യത്തെ 2 ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യും. ദെൻ അയ്യോ, ഇത്ര നേരം 3 പുസ്തകമാണല്ലോ, ഇനി ഇതൊരു പുസ്തകം മതി. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് പാത്രിയയുടെ ഒരു പുസ്തകമുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് 3rd എഡിഷൻ ബൈ പാത്രിയ. നല്ല പുസ്തകമാണ്. അപ്പോൾ പക്ഷേ ഇതിന്റെ കൂടെ കുറച്ച് ഇതുകൂടിയുണ്ട്, നമ്മൾ തെർമോഡൈനാമിക്സ്. അപ്പൊ തെർമോഡൈനാമിക്സ് ഞാൻ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പുസ്തകം ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അപ്പോൾ അതിൽ ഡിഗ്രിയിൽ പഠിച്ചപ്പോൾ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു, വിവേകാനന്ദ സാറിന്റെ. ഞാനൊരു പുസ്തകങ്ങളുടെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. വിവേകാനന്ദ സാറിന്റെ ഒരു പുസ്തകമുണ്ട്, ക്ലാസിക്കൽ മെക്കാനിക്സ് ആൻഡ് തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഗൈഡാണ്, ഞാൻ പഠിച്ച കാലത്തുള്ള കേട്ടോ. ഇപ്പൊ അത് അവൈലബിൾ ഉള്ള സിലബസ് ഒക്കെ മാറിയിട്ടുണ്ട്. ആ പുസ്തകം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പുസ്തകം നമുക്ക് ഈ പറയുന്ന ക്ലാസിക്കൽ മെക്കാനിക്സ് അല്ല, തെർമോഡൈനാമിക്സ്. ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ഉണ്ട്. അപ്പോൾ തെർമോഡൈനാമിക്സിന്റെയും അതേ പുസ്തകം വിവേകാനന്ദ സാർ ഇറക്കിയിട്ടുണ്ട്. 4th സെമസ്റ്റർ ഇറങ്ങി ഞാൻ പഠിക്കുന്ന കാലത്ത്. അപ്പോൾ ആ പുസ്തകം നല്ല തന്നെ കേട്ടോ. അപ്പോൾ പാത്രിയ അതുപോലെ ആ ഗൈഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലാസ്സുകൾ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ്. ദെൻ 6ാമത്തെ മൊഡ്യൂൾ ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് ആണ്. ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് ഏറ്റവും നല്ല പുസ്തകം DC തയാലിന്റെ ഒരു പുസ്തകമുണ്ട്, ന്യൂക്ലിയർ ഫിസിക്സ്. നല്ല പുസ്തകമാണ്. ആ പുസ്തകം വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. ന്യൂക്ലിയർ ഫിസിക്സിന്റെ അകത്ത് ഷെൽ മോഡൽ ഉണ്ട്, അതുപോലെ ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ ഉണ്ട്. അതൊക്കെ നല്ല ഭംഗിയായിട്ട് ന്യൂക്ലിയർ ഫിസിക്സ് DC തയ്യാറിന്റെ പുസ്തകത്തിലുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ പാർട്ടിക്കിൾ ഫിസിക്സ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ക്വാർക്ക് മോഡലുകൾ, അപ്പ് കോർക്ക്, ഡൗൺ കോർക്ക്, സ്ട്രേഞ്ച് കോർക്ക്, ചാമ്, ട്രൂത്ത്, ബ്യൂട്ടി, പിന്നെ അതിന്റെ സ്പിന്ന്, ഐസോ സ്പിന്ന്, തേർഡ് കമ്പോണന്റ് ഓഫ് ഐസോ സ്പിന്ന്, ബാരിയോൺ നമ്പർ, ലെപ്റ്റോൺ നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പാർട്ടിക്കിൾ ഫിസിക്സിൽ നമുക്ക് പഠിക്കാം. ഒരു ചോദ്യം ഉറപ്പായിട്ട് കിട്ടും അതിനകത്ത്. ദെൻ അതുപോലെ തന്നെ ഭട്ടാചാര്യയുടെ ഒരു പുസ്തകം കൂടി അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്, ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ്. അപ്പോൾ തയ്യാറുണ്ടെങ്കിൽ തന്നെ നല്ലതാണ്. പിന്നെ പാർട്ടിക്കിൾ ഫിസിക്സ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെങ്കിൽ ഈ ഭട്ടാചാര്യയുടെ പുസ്തകം നല്ല പുസ്തകം തന്നെ കേട്ടോ. ആ പടം തന്നെ കാണാൻ രസമില്ലേ, നല്ല പുസ്തകമാണ്. അപ്പോൾ ആ പുസ്തകം ഉണ്ടെങ്കിൽ പാർട്ടിക്കിൾ ഫിസിക്സ് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അടുത്തത്. അടുത്തത് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ആണ്. സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിന്റെ അകത്ത് 2 പുസ്തകങ്ങൾ, ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ MSc ഒക്കെ പഠിക്കുന്ന MA വഹാബിന്റെ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സും അതുപോലെ SO പിള്ളയുടെ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സും. ഈ 2 പുസ്തകങ്ങൾ നല്ല പുസ്തകങ്ങളാണ്. അതുപോലെ വഹാബിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞൊരു പുസ്തകം കൂടിയുണ്ട്. ആ പ്രോബ്ലംസിൽ നിന്നാണ് നമ്മൾ ഈ സൂപ്പർ കണ്ടക്ടിവിറ്റിയുടെയും അതുപോലെ മാഗ്നറ്റിസം ആൻഡ് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ ആ ഒരു ബുക്കിൽ നിന്നാണ്. അപ്പോൾ 2 നല്ല പുസ്തകമാണ്. വഹാബ് ഉണ്ടെങ്കിൽ തന്നെ ഹാപ്പി. അടുത്തത്
8ാമത്തെ മൊഡ്യൂള് അറ്റോമിക് ആൻഡ് മോളിക്യുലർ സ്പെക്ട്രോസ്കോപ്പി പഠിക്കാനാണെങ്കിൽ അരുൾദാസ് സാറിന്റെ പുസ്തകമാണ്. ദെൻ ഓൾസോ ബാൻവെല്ലിന്റെ പുസ്തകവും നല്ല പുസ്തകം തന്നെയാണ്. അരുൾദാസ് സാറിന്റെ ഉണ്ടെങ്കിൽ തന്നെ നല്ലതാണ്. പക്ഷെ ഇത്തവണ നല്ല അറ്റോമിക് ആൻഡ് മോളിക്യുലർ സ്പെക്ട്രോസ്കോപ്പിയുടെ സിലബസ് ഭയങ്കര ഇങ്ങനെ അതും ഇതും ഒക്കെയാണ് ഇങ്ങനെ വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് MRI സ്കാന്, CT സ്കാന് ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചായിരുന്നു. ശരിക്കും അതൊന്നും ഇതിനകത്ത് പറഞ്ഞിരുന്നില്ല, പക്ഷെ അതൊക്കെ ചോദിച്ചു. അപ്പൊ നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുമ്പോൾ ആ രീതിയിലാണ്. ഇതൊക്കെയാണ് സിലബസ് എങ്കിലും ഈ സിലബസിന്റെ അകത്ത് നിൽക്കാതെ അഡീഷണൽ കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞു പോകും. കാരണം എന്തൊക്കെ പുറത്തുനിന്ന് ചോദിച്ചാലും അതെല്ലാം നമുക്ക് ചെയ്യാൻ പറയണം. കാരണം സിലബസിന്റെ ഏറ്റവും താഴെ അവർ എഴുതിയിട്ടുണ്ട് ഇതാണ് സിലബസ് എങ്കിലും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് ചോദ്യങ്ങൾ വരാം. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഔട്ട് ഓഫ് സിലബസ് വന്നെങ്കിലും അതെല്ലാം മാറ്റിയൊന്നുമില്ല. ആ ചോദ്യങ്ങളെല്ലാം അതുപോലെ തന്നെ എടുത്തു. കാരണം അതെല്ലാം ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ചോദ്യങ്ങളാണ്, നമ്മുടെ ഫിസിക്സിലുള്ള ചോദ്യങ്ങളാണ്, PG ഡിഗ്രി ലെവലുള്ള. അപ്പൊ അതുകൊണ്ട് ഇത്തവണ ക്ലാസ് ചെയ്യുമ്പോൾ ഞാൻ അതുപോലെ ചെയ്യുള്ളൂ, ആ രീതിയിൽ തന്നെ ചെയ്യുള്ളൂ. ശരി, അടുത്തത് മൈക്രോ പ്രോസസ്സർ. ഇത് ഫിസിക്സുകാരെ സംബന്ധിച്ചോളം ഒരു കീറാമുട്ടിയാണ് മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ മൈക്രോ പ്രോസസ്സർ പഠിച്ചിട്ടുണ്ട്, പക്ഷെ എങ്കിൽ പോലും കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ അത്യാവശ്യം ബുക്കുകൾ കുറെ നോക്കിയിട്ടാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തത്. കാരണം ഫിസിക്സുകാർക്ക് ഇലക്ട്രോണിക്സ് ഭാഗത്തേക്ക് ഇലക്ട്രോണിക്സ് അല്ല, ഈ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഭാഗത്തേക്ക് വരുമ്പോൾ ഇത് ശരിക്കും എഞ്ചിനീയറിംഗുകാർ പഠിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമുക്കിത് പഠിക്കണം, 10 മാർക്കല്ലേ ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ മൈക്രോ പ്രോസസ്സർ ഞാൻ അങ്ങനെ പഠിക്കുന്ന സമയത്ത് ബിറാമിന്റെ പുസ്തകമാണ് ഈ കേരളത്തിലുള്ള ഇൻസ്ട്രുമെന്റേഷൻ BSc ഇൻസ്ട്രുമെന്റേഷൻ പഠിപ്പിക്കുന്ന കോളേജുകളിലെ അധ്യാപകർ റെഫർ ചെയ്യുന്ന പുസ്തകം ബിറാമിന്റെ പുസ്തകമാണ്. അപ്പൊ അങ്ങനെ എൻ്റെ അധ്യാപികയാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത്. എൻ്റെ ഓൾസോ നല്ല പുസ്തകം തന്നെയാണ്. എന്റെ ടീച്ചറെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു അന്ന് ഡൗട്ടുകൾ പ്രോഗ്രാമിങ്ങിന്റെ ഭാഗങ്ങളൊക്കെ വരുമ്പോൾ. അപ്പൊ അങ്ങനെ ബിറാമിന്റെ പുസ്തകം വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് ചെയ്യുന്നത്. കൂടുതൽ നമ്മൾ ഒരു പ്രോബ്ലം മൾട്ടിപ്പിൾ ചോയ്സ് കിട്ടുക എന്ന രീതിയിലാണ് ഈ കണ്ടന്റുകൾ മൈക്രോ പ്രോസസറിന്റെ കണ്ടന്റുകൾ ചെയ്യുന്നത്. ഓക്കെ, ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ് അവസാനത്തെ മൊഡ്യൂളാണ്. ഏറ്റവും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗമാണ് ഈ ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ്. അത്രയേ ഉള്ളൂ, ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ്. ലേസറിന്റെ പ്രിൻസിപ്പിള്, പക്ഷെ ആ പ്രിൻസിപ്പിൾ കൊണ്ട് മാത്രം നമുക്ക് ഒരു മാർക്ക് എടുത്ത് പറ്റില്ല. കാരണം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലേസർ പഠിക്കുന്നുണ്ട്. ഹീലിയം ലേസർ, ആർഗൺ ലേസർ, ഇതൊക്കെയാണ് കോമൺ ലേസർ. പക്ഷെ ഇതല്ലാതെ ഡൈ ലേസർ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ഡൈ ലേസർ അങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലേസറുകൾ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. നോർമലി പഠിക്കുന്ന അല്ലാതെ അഡീഷണൽ ആയിട്ട് അതൊരു. പിന്നെ മോഡ് ലോക്കിംഗ് നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. മോഡ് ലോക്കിംഗ് പോലെയുള്ള കാര്യങ്ങൾ ലേസറിന്റെ അകത്ത് ചോദിച്ചിട്ടുണ്ട്. മോഡ് ലോക്കിംഗ്, ക്യൂ സ്വിച്ചിങ്, ഈ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്, ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ദെൻ ഓൾസോ ഫൈബർ ഒപ്റ്റിക്സും. അപ്പൊ 2 പുസ്തകങ്ങള് ചക്രവർത്തി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനും ബേസിക് ഇലക്ട്രോണിക്സ് ബൈ BL തെരയുടെ പുസ്തകത്തിന്റെ അവസാനത്തെ യൂണിറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടാണ്. ഫൈബർ ഒപ്റ്റിക്സിന്റെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ഇതിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ, യെസ്. ദെൻ ഇത്രയൊക്കെ പുസ്തകങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ ഈ പുസ്തകം പറയുന്നത് ഞാൻ ഇങ്ങനെ പറയും കേട്ടോ, കാരണം ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള പുസ്തകങ്ങളാണ്. അപ്പോ നമ്മളൊരു നല്ല പുസ്തകം വായിച്ചിട്ട് മറ്റൊരാളോട് ഇത് പറയാൻ ഒരു ഉത്സാഹം ഉണ്ടാവില്ല. അതുപോലെയാണ് ഈ പുസ്തകങ്ങൾ കിട്ടിയ ഞാൻ മാക്സിമം കുറച്ചാ വെച്ചിരിക്കുന്നതിൻ്റെ അകത്ത് ഞാൻ വായിക്കുന്നതിൽ വെച്ചിട്ട്. അപ്പോ ഇതിൻ്റെ അകത്ത് നമുക്ക് അഡീഷണൽ നോളജിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ റെഫർ ചെയ്യാൻ പറ്റുന്ന 3 പുസ്തകങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് മോഡേൺ ഫിസിക്സ്, ആർതർ ബേസിയറിന്റെ മോഡേൺ ഫിസിക്സ് ഒക്കെ നമ്മൾ പഠിക്കണം, വെറുതെ ഇരിക്കുമ്പോൾ വായിക്കണം തോന്നിയാണെങ്കിൽ ആ പുസ്തകം നല്ല പുസ്തകമാണ്. ദെൻ ഓൾസോ അരിഹിൻ പബ്ലിക്കേഷൻസിന്റെ CSIR UGC ഫിസിക്കൽ സയൻസ്, ഫിസിക്സിന്റെ നെറ്റിനൊക്കെ ഞങ്ങൾ പഠിച്ചിരിക്കുന്ന പുസ്തകമാണ്. ആ പുസ്തകം നല്ല പുസ്തകമാണ്. ഒരുപാട് തെറ്റുണ്ട്, പക്ഷെ എങ്കിൽ പോലും മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് നല്ല ചോദ്യങ്ങൾ അതിൽ നിന്ന് കിട്ടും, കുറച്ചുകൂടെ നമ്മുടെ PSC ലെവലിൽ നിന്നുകൊണ്ട്. ദെൻ ഓൾസോ ഉപകാർ പബ്ലിക്കേഷൻസിന്റെ CSIR നെറ്റ് JRF ഫിസിക്കൽ സയൻസിന്റെ പുസ്തകം ഡോക്ടർ സുരേഖ ടോമർ എഴുതിയിട്ടുള്ള പുസ്തകമൊക്കെ ഉണ്ട്. ആ പുസ്തകം നല്ല പുസ്തകം തന്നെയാണ്. മീൻസ് ഞാൻ പറയുന്ന കണ്ടന്റ് പഠിക്കാനല്ല കേട്ടോ, കണ്ടന്റ് ഒന്നും ഒരിക്കലും ഇന്ന് പഠിച്ചെടുക്കാൻ പറ്റില്ല, ഇതൊന്നും കൂടെ ഒന്നും മാർക്ക് നേടാൻ പറ്റില്ല. ഇതെല്ലാം പഠിച്ചിട്ട് പ്രോബ്ലം ചെയ്ത് നോക്കണമെങ്കിൽ ഒരു 10 പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഇതിന്റെ അകത്തേക്ക് വരാം. പക്ഷെ ഇതിലെ പ്രോബ്ലം കൂടെ മാത്രം ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മൾ നല്ലതായിട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലംസ്, ഈ പറയുന്ന അരുൾദാസാന്റെ പുസ്തകത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ എല്ലാം ഒന്നും അല്ല ചെയ്യേണ്ടത്. നമുക്കൊരു PSCക്ക് ഇരിക്കുമ്പോൾ ഒരു മിനിറ്റ് അല്ലെങ്കിൽ 30 സെക്കൻഡ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതുപോലെ വായിച്ച് എഴുതാൻ കിട്ടുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇതിന്റെ അകത്ത് നിന്ന് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, ദെൻ നമ്മൾ ഡോക്യുമെന്റ്സിന്റെ കാര്യം കൂടി ഒന്ന് പെട്ടെന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് പുസ്തകങ്ങൾ. അപ്പൊ ഈ ഡോക്യുമെന്റ്സിന്റെ സിലബസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം സിലബസ് എങ്ങനെയാണെന്ന് വെച്ചാൽ 100 മാർക്ക് ചോദ്യങ്ങൾ വരും. 50 മാർക്ക് ഫിസിക്സും 50 മാർക്ക് കെമിസ്ട്രിയാണ് ഇതിന്റെ അകത്ത് വരുന്നത്. PG ലെവൽ ഫിസിക്സും PG ലെവൽ കെമിസ്ട്രി. ഓക്കെ, നെക്സ്റ്റ്. ഫിസിക്സിന്റെ അകത്താണെങ്കിൽ നമ്മളിപ്പോ പഠിക്കുന്ന 10 മൊഡ്യൂളുകൾ അതുപോലെ തന്നെ വരുന്നുണ്ട്. ദെൻ ഓൾസോ കെമിസ്ട്രിയുടെ സയന്റിഫിക് ഓഫീസറിന്റെ 10 മൊഡ്യൂളും അതുപോലെ തന്നെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ കട്ട് ഓഫ് എന്തുകൊണ്ടാണ് കുറഞ്ഞതെന്ന്. ഇതിനകത്ത് 50 മാർക്ക് ഫിസിക്സ് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ, 50 മാർക്ക് കെമിസ്ട്രി എഴുതാനും പറ്റുള്ളൂ. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഫിസിക്സ് മാക്സിമം നന്നായിട്ട് പഠിക്കുക, എന്നിട്ട് കെമിസ്ട്രിയിൽ നിന്ന് സെലക്ടഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നോക്കിയെടുക്കുക. ഫിസിക്സുകാര് കെമിസ്ട്രിക്കാരാണെങ്കിൽ കെമിസ്ട്രി നന്നായിട്ട് പഠിക്കുക, നിങ്ങൾക്ക് സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രി നന്നായിട്ട് എഴുതാൻ പറ്റും. ഫിസിക്സ് കുറച്ച് സെലക്ടഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ എടുക്കുക. ഇപ്പൊ ഞാനാണെങ്കിൽ പോലും ഫിസിക്സിന്റെ ക്ലാസ്സുകൾ ചെയ്യുമ്പോൾ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പോകുന്നുള്ളൂ. കാരണം വേറൊരു സബ്ജക്ട്, വേറെ ആർട്സ് സബ്ജക്ട് പഠിക്കുന്ന ആൾ വന്നാലും എന്റെ ക്ലാസ് മനസ്സിലാവുന്ന രീതിയിലാണ് സത്യം പറഞ്ഞാൽ ക്ലാസ്സുകൾ ചെയ്യുന്നത്. കാരണം എനിക്ക് അതാണ് ഇഷ്ടം. നമുക്ക് ഒന്നും അറിയാത്ത ആളുകളെ പഠിപ്പിക്കുമ്പോഴാണ് ഒരു സന്തോഷം കിട്ടുന്നത്. മറ്റുള്ളവർക്കൊക്കെ എല്ലാം അറിയാവുന്ന ആളുകളുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലാണ് ക്ലാസ്സിൽ പോകുന്നത്. അപ്പൊ ഞാൻ ക്ലാസ്സിന്റെ ഇടയ്ക്ക് പറയാറുണ്ട്, ഇതൊക്കെ അറിയാവുന്ന ആളുകളുണ്ടാവും, പക്ഷെ അറിയാത്ത ആളുകളും ഉണ്ട്, അപ്പൊ അവർക്ക് കൂടി വേണ്ടിയിട്ട് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞ് തന്നെ ക്ലാസ്സിൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരുപാട് ലെങ്ത് വരുന്നുണ്ട് ക്ലാസ്സിൽ, പക്ഷെ എന്നാലും നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് സയന്റിഫിക് ഓഫീസർ ഫിസിക്സ് ഉണ്ട്, ദെൻ ഓൾസോ കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്, ഡോക്യുമെന്റ്സ് ഉണ്ട്. അപ്പൊ എല്ലാത്തിന്റെയും ക്ലാസ്സുകൾ ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോ ഫിസിക്സിന്റെ കെമിസ്ട്രിയുടെ ആളുകളാണല്ലോ നമ്മളുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ വെബിനാർ ചെയ്തത്. ഇനി ഒരു കാര്യം കൂടി പറയാം, ഇത്രയും പുസ്തകങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കേണ്ടത്. ഇത്രയും പുസ്തകങ്ങൾ റെഫർ ചെയ്ത് പഠിച്ചാൽ തന്നെയാണ് നമുക്ക് ഇതുപോലെ നല്ല റാങ്ക് നേടാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പൊ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു 4-5 മാസം സമയം കിട്ടും. ആ സമയത്തിനുള്ളിൽ ഇത്രയും പുസ്തകങ്ങൾ കളക്ട് ചെയ്യുക അല്ലെങ്കിൽ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് പാടാണ്. കാരണം നമ്മൾ ഇത്രയും വായിച്ചെടുക്കണ്ടേ. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി വേറൊരാൾ പണിയെടുക്കാൻ റെഡിയാണെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതാണ്. അപ്പൊ ഞാനെന്ന് വെച്ചാൽ ഇതെല്ലാം വായിച്ച് ഇങ്ങനെ നോട്ടുകൾ എഴുതി, നമ്മൾ ഓൾറെഡി ഇതിന്റെ കോഴ്സുകൾ പല ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മുടെ കണ്ടന്റ് ഒരുപാടുണ്ട്. നമ്മളത് മോഡിഫൈ ചെയ്ത് റെക്ടിഫൈ ഞാൻ തന്നെ ഓരോ ക്ലാസ് എടുക്കുമ്പോഴും ഓരോ തവണ എടുക്കുമ്പോഴും നമ്മൾ തന്നെ അപ്ഗ്രേഡ് ആകുകയാണ് ഓരോ പുതിയ പുസ്തകങ്ങൾ വാങ്ങിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത്രയും പുസ്തകങ്ങളുടെ കണ്ടന്റുകൾ നിങ്ങൾക്ക് ഒരുമിച്ച് ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ നിങ്ങളിലേക്ക് തരികയാണ്. അപ്പോൾ നിങ്ങൾ പുസ്തകം വായിക്കാൻ പോയാൽ പോലും ഒരു 20,000 രൂപയുടെ മുകളിലാവും ഈ പുസ്തകങ്ങൾക്കെല്ലാം കൂടി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കോഴ്സ് എടുക്കും. ഞാൻ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നല്ല കേട്ടോ, സത്യം പറഞ്ഞാൽ ഇത് സത്യാവസ്ഥയാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇത്ര ആളുകൾ ഇൻട്രസ്റ്റോടുകൂടി ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട്. കാരണം ഈ ജോലി വാങ്ങിക്കണം, അല്ലെങ്കിൽ നല്ലതായിട്ട് പഠിക്കണം. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഈ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അടുത്തൊരു ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് വരുമ്പോൾ, അല്ലെങ്കിൽ പല ആളുകളും PG കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ ഫിസിക്സ് പഠിക്കണമെന്ന് മനസ്സിലാഗ്രഹമുള്ളവർ ഉണ്ടാവാം. അപ്പോ അങ്ങനെയുള്ളവർക്ക് ഒരു ചാൻസ് ആണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ ഇത് കഴിയുമ്പോൾ ഒരുപക്ഷെ ഒരു CSER നെറ്റ് പരീക്ഷയ്ക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സജ്ജമാവും മീൻസ് നമുക്കൊരു ചെറിയൊരു തീപ്പൊരി ഉണ്ടെങ്കിൽ പിന്നെ അങ്ങ് കത്തി പിടിച്ചോളും എന്ന് പറയുന്ന പോലെയാണ്. നമ്മളൊന്ന് ചെറിയ രീതിയിലൊന്ന് ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പഠിക്കാനായിട്ട് നമുക്ക് പ്രവണത വരും. പിന്നീട് നമ്മൾ സബ്ജക്റ്റ് തന്നെ നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഞങ്ങളുടെ PSC ക്ക് ഒരുപാട് പഠിച്ച് വിഷമിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കൊരു സ്വപ്ന ജോലി, ഞാൻ അങ്ങനെ പറയുള്ളൂ, സയന്റിഫിക് ഫോറൻസിക്കിന്റെ കാറിൽ വന്ന് ഇറങ്ങാം. നിങ്ങൾക്ക് ഇന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ അത് സ്വപ്നം കണ്ടു വേണം നിങ്ങളൊന്ന് ഉറങ്ങാൻ ഇന്ന്. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോലി നേടാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുമ്പോഴും അതുപോലെ തന്നെയാണ് റെഫറൻസ് പുസ്തകങ്ങൾ വെച്ചാണ് ക്ലാസ്സുകൾ ചെയ്യുന്നത്. റെക്കോർഡ് സെഷൻ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് തരുന്നത്. പിന്നെ ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് അക്കാദമിക് കോർഡിനേറ്റർ നമ്പർ ഉണ്ടാവും. ഒരു മെസ്സേജ് ഇട്ടാൽ മതി, ഒരു വോയിസ് നോട്ട്, സാറേ പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞാലും നമുക്ക് സംസാരിക്കാം. ഞാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം നിങ്ങൾ ഇതാ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ കുറെ നാളായിട്ട് 10-20 വർഷം അല്ലെങ്കിൽ 10 വർഷം 15 വർഷം 12 വർഷം 6 വർഷം PG കഴിഞ്ഞിട്ടുള്ള ആളുകളുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ആദ്യം പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ആ ബുദ്ധിമുട്ടുകൾ നമുക്ക് മാനേജ് ചെയ്ത് പോകുന്ന രീതിയിൽ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ പേടി നമ്മളോട് പറയാം. നമ്മളിപ്പോൾ ലീഗൽ മെട്രോളജിയുടെ ക്ലാസ്സുകൾ ചെയ്തു, അതിന്റെയും ഒത്തിരി കുട്ടികൾ നമ്മുടെ ലിസ്റ്റിലൊക്കെ ഉണ്ട്. ലീഗൽ മെട്രോളജിയുടെയും ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ ക്ലാസ്സുകൾ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മക്കളെ കാര്യങ്ങൾ. അപ്പൊ എന്തായാലും നന്നായിട്ട് എല്ലാവരും പഠിക്കണം. ഇനിയിപ്പോ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടോ, നമുക്ക് സംസാരിക്കാം. അതാണ് കോഴ്സ് എടുക്കുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ടും പഠിക്കണം. വെറുതെ വന്ന് കാശ് കളഞ്ഞിട്ട് പോകരുത്, ഞാൻ അതേ പറയുള്ളൂ. അത് നിങ്ങൾ തന്നെ തീരുമാനിച്ചിട്ട് കോഴ്സ് എടുക്കണം. വെറുതെ കുറെ കാശ് കൊണ്ട് നമുക്ക് തന്നിട്ട് നിങ്ങൾ അങ്ങ് ഓടി പോകരുത്. അതാണ് 100% പഠിക്കാൻ ഓക്കെ ആണെങ്കിൽ എല്ലാ ഹെൽപ്പും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവും. 100%. അതെ, കുറെ കാശുണ്ട്, I+ കുറച്ച് കാശ് കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് വരരുത്. ശരി പറയും നമുക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ പറയുക, അല്ലെങ്കിൽ പറയും. ഇതിൽ സാർ അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി, കാര്യങ്ങൾ അറിയാം. ട്രയൽ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ചേർന്നാൽ മതി. സാറ് കൈപൊക്കിയല്ലോ. ഷബ്ന എമ്മി, ഷബ്നയല്ലേ? MSc അതായത് നാളെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. പക്ഷെ നമ്മൾ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വെച്ചതെല്ലാം പറയുന്നത് MSc ഫിസിക്സുകാർക്ക് ഫിസിക്സും അപ്ലൈ ചെയ്യാം, ഡോക്യുമെന്റ്സ് അപ്ലൈ ചെയ്യാം. MSc ഫിസിക്സ് ഉള്ളവർക്കും MSc കെമിസ്ട്രി ഉള്ളവർക്കും ഡോക്യുമെന്റ്സ് അപേക്ഷിക്കാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം നോട്ടിഫിക്കേഷൻ അങ്ങനെയായിരുന്നു. ഇനിയിപ്പോൾ നാളെ നമുക്ക് വരുമ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും. മിക്കവാറും അപ്ലൈ ചെയ്യാൻ പറ്റും, കാരണം അങ്ങനെ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഷബ്ന പറഞ്ഞു. ഇനി ആരാ? നിങ്ങൾ സംസാരിക്കും, നിങ്ങൾ മിണ്ടാണ്ടെങ്കിൽ ഇത്രയും നേരം ഞാൻ സംസാരിച്ചില്ല നിങ്ങളുടെ കാര്യം. MSc ഫോറൻസിക് സയൻസ്
യെസ്, അതൊരു ഐശ്വര്യ, എനിക്കൊരു സങ്കടമുള്ള കാര്യമാണ്. നിങ്ങൾ ഈ ഫോറൻസിക് പഠിച്ച ആളുകൾക്ക് കഴിഞ്ഞ പ്രാവശ്യം നോട്ടിഫിക്കേഷനിൽ ഫോറൻസിക് പഠിച്ച ആളുകൾക്ക് ഇല്ലായിരുന്നു. ഇത്തവണ അറിയില്ല, നമുക്ക് നോക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അത് വരാനായിട്ട്, കാരണം നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്നതല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഇല്ലായിരുന്നു, പക്ഷെ ഇപ്രാവശ്യം നമുക്ക് നോക്കാം, നാളെ നോക്കാം. നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, കാരണം അന്ന് നിങ്ങൾ ആ സമയത്തൊന്നും ഒരുപാട് ഈ ഫോറൻസിക് സയൻസിന് ഒരുപാട് കോളേജുകളില്ല. എവിടെയാ ഗുജറാത്തിലൊക്കെ ഏതോ യൂണിവേഴ്സിറ്റികളിലെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് കോമൺ ആയത് ക്യുസാറ്റ് ഉൾപ്പെടെ. അപ്പൊ ഇനിയിപ്പോ അത് നോട്ടിഫിക്കേഷൻ വരാം, നമുക്ക് അറിയില്ല. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ. എക്സാം ജൂൺ ജൂലൈയിൽ നടക്കാൻ സാധ്യതയുണ്ട്, ജൂൺ ജൂലൈ. അപ്പൊ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ കിട്ടും സമയം. ഷബ്ന വീണ്ടും റൈസ് ചെയ്തോ? സംശയം കഴിഞ്ഞല്ലേ, പറയൂ. ഫിസിക്സ് ക്ലാസ് ജസ്റ്റ് നമ്മുടെ നമ്പറിൽ വിളിച്ച് ചോദിക്കുകയോ അല്ലെങ്കിൽ ഒരു വാട്സ്ആപ്പ് മെസ്സേജ് ഇടുകയോ ചെയ്താൽ കോഴ്സിന്റെ ഫീയും മറ്റു കാര്യങ്ങളും ഒക്കെ വിശദമായിട്ട് സംസാരിക്കാം. ഓക്കെ, ഹാൻഡ് റൈസ് ചെയ്യുന്നവർക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. സാറേ, ഫീസ് എന്നൊക്കെ പറഞ്ഞ പിള്ളേർ ഭയങ്കര ഫീസാന്നൊക്കെ വിചാരിക്കും കേട്ടോ. വലിയ ഫീസൊന്നും ഇല്ല. വളരെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് തന്നെയാണ്. ഇൻസ്റ്റാൾമെന്റിന്റെ കാര്യമൊക്കെ ചോദിച്ചതാണ്. അതാ ഞാൻ പറയാറ്, എനിക്ക് കുറെ പിള്ളേരെ പഠിപ്പിക്കണം, അതുകൊണ്ട് കുറച്ച് ഫീസ് വെച്ച് കുറെ പിള്ളേരുണ്ട്. ഫിസിക്സിന്റെ നേച്ചർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ നമ്മളിപ്പോ എന്താണ്, ഇപ്പൊ ഒരു ക്രൈം സീനിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന മെറ്റീരിയൽസ് കളക്ട് ചെയ്യും നമ്മൾ. ഉദാഹരണം, ഇപ്പൊ ഒരു കയറുണ്ടെങ്കിൽ കയറ് അതൊക്കെ കളക്ട് ചെയ്യും. എന്നിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് അതിന് നമ്മൾ സ്ട്രെസ്, സ്ട്രെയിന്, അല്ലെങ്കിൽ ഇപ്പോ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരാള് ഹാങ് ചെയ്താണ് മരിക്കുന്നതെങ്കിൽ, തൂങ്ങി മരിക്കുകയാണെങ്കിൽ ആ കയറ് നമുക്ക് നമ്മുടെ എത്തിക്കും, നമ്മൾ എടുക്കണ്ട, അവിടെ നിന്ന് എത്തിച്ച് നമുക്ക് തരും. അപ്പൊ അതില് ആളുടെ വെയിറ്റ് നോക്കും, ആ കയറിന് അതില് തൂങ്ങി നിൽക്കാനുള്ള ബലം ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പോയി, അങ്ങനെയല്ല, നമുക്കത് കിട്ടും. നമ്മൾ ലാബിലാണ് അത് പരിശോധിക്കുന്നത്, കളക്ട് ചെയ്ത് ലാബിൽ പരിശോധിക്കുന്നതാണ് കേട്ടോ. ഇതൊന്നും പേടിപ്പെടുത്തുന്ന ജോലിയൊന്നുമില്ല, ഫോറൻസിക് സർജറി ഒന്നും നമ്മൾ ചെയ്യേണ്ട. അടിപൊളിയോ? വേറെ ആരും എന്താ ചോദിച്ചിരുന്നല്ലോ, ഞാൻ കണ്ടില്ല. അനു, ഫിസിക്സ് ആൻഡ് ഡോക്യുമെന്റ്സ് സെപ്പറേറ്റ് കോഴ്സ് തന്നെയാണ്, കോംബോ ഓഫർ അവൈലബിൾ ആണ്. ഫിസിക്സും കെമിസ്ട്രിയും സെപ്പറേറ്റ് കോഴ്സ് ഉണ്ട്. ഓൾസോ ഫിസിക്സ് ഡോക്യുമെന്റ്സും സെപ്പറേറ്റ് പരീക്ഷയാണ് നടക്കുന്നത്, സെപ്പറേറ്റ് കോഴ്സാണ്. പക്ഷെ നിങ്ങൾ ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ മറ്റേത് ചെറിയ എമൗണ്ടിന് തരാം. പിന്നെ ടെസ്റ്റ് ഇല്ലാതെ വെറുതെ തരുമോ? പിന്നെ ഓടിക്കും ഞാൻ. ക്ലാസ് കഴിഞ്ഞാൽ കൃത്യം പരീക്ഷ, നിങ്ങൾ എന്നിട്ട് അതിൽ നിന്ന് റാങ്ക് ഒക്കെ എടുക്കാനുള്ള ഒരു പ്ലാനൊക്കെ എനിക്കുണ്ട്. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ബാലിസ്റ്റിക്സ് സെപ്പറേറ്റ് അല്ല. ബാലിസ്റ്റിക്സ് ഫിസിക്സുകാർ തന്നെയാണ് ചെയ്യുന്നത്. ഫിസിക്സുകാർക്ക് ട്രെയിനിങ് കൊടുക്കും. ബാലിസ്റ്റിക്സിന്റെയും സൈബർ ചെയ്യുന്നതും ഫിസിക്സുകാരാണ് ഇപ്പോൾ കൂടുതൽ. ഇപ്പൊ ഡോക്യുമെന്റ്സിൽ ആളില്ലാണ്ട് ഡോക്യുമെന്റ്സും ഫിസിക്സുകാർ ചെയ്യുന്നുണ്ട്, കെമിസ്ട്രിക്കാർ ഫിസിക്സുകാർ. കെമിസ്ട്രിയുടെ സാമ്പിള് കെമിക്കൽ അനാലിസിസ് ആണ് കൂടുതലും ചെയ്യുന്നത് കേട്ടോ ഇവര്. ഫിസിക്സിനെ ജോയിൻ ചെയ്ത് രണ്ട് കോഴ്സാണ്. നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ് മാത്രമാണ് അങ്ങനെ എടുക്കാം, ഫിസിക്സ് മാത്രമാണ് അങ്ങനെ എടുക്കാം. ഫിസിക്സ് എടുത്തിട്ട് ഡോക്യുമെന്റ്സ് എടുക്കുകയാണെങ്കിൽ ചെറിയൊരു പൈസ, രണ്ട് കോഴ്സ് അല്ലേ, ചെറിയൊരു പൈസ മാത്രം കൊടുത്ത് നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാം. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ കുറഞ്ഞ പൈസ ആയിരിക്കും അത്. ഗസറ്റഡ് പോസ്റ്റ് ആണ്. അതല്ലേ പച്ച മഷിയായിട്ടിരിക്കാന്ന് പറഞ്ഞത്. സിലബസ് മാറാൻ ചാൻസ് വളരെ കുറവാണ്, കാരണം തൊട്ട് 2 വർഷം മുന്നേ വന്ന സിലബസ് ആണ്. PG ലെവൽ സിലബസ് ഇപ്പൊ ഇതാണ് എല്ലാ പരീക്ഷയ്ക്കും ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇത് തന്നെ വരാൻ സാധ്യത. മാറ്റം വന്നാലും ഫോറൻസിക്കിന്റെ കുറച്ച് ഭാഗങ്ങൾ ചേർന്ന് വരാൻ സാധ്യതയുണ്ട്. ഒരു 10-20 മാർക്ക്, അതിൽ കൂടുതൽ നടക്കില്ല. ബാക്കി സബ്ജക്ട് തന്നെ വരുള്ളൂ. 100% യെസ്, ഞാൻ പറഞ്ഞില്ലേ, ഡോക്യുമെന്റ്സിൽ ഫിസിക്സും കെമിസ്ട്രി MSc ടോപ്പിക്കാണ് വരുന്നത്. കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഇല്ല, നോട്ടിഫിക്കേഷൻ കൂടെ സിലബസ് വരില്ല. പരീക്ഷ കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്താണ് സിലബസ് വരുന്നത്. ഒരു 2-3 മാസം. അപ്പൊ നമുക്ക് ശരിക്കും നേരത്തെ പഠിച്ചു തുടങ്ങാം. ഈ ഫിസിക്സിന്റെ PG ലെവൽ കണ്ടന്റ് ഒക്കെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുള്ളൂ, അല്ല വലിയ മാറ്റില്ല. ഞാൻ പഠിപ്പിക്കുമ്പോഴും മുഴുവൻ പഠിപ്പിച്ചേ പോവുള്ളൂ. ഇതാണ് സിലബസ് എന്ന് പഠിപ്പിക്കും, അവിടെ അഡീഷണൽ ടോപ്പിക്ക് വേറെ പഠിപ്പിക്കും. രണ്ട് പഠിക്കണമെന്ന് ഞാൻ പറയും മസ്റ്റായിട്ട്.
എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഒത്തിരി ഡൗട്ടുകളാണ്. ക്ലാസ് പഠിപ്പിക്കുമ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ജൂൺ ജൂലൈയിൽ പരീക്ഷ ഒരു കാര്യമാണ്. ജൂൺ ജൂലൈയിൽ പരീക്ഷ പഠിക്കണം പഠിക്കണം പഠിക്കണം. 10 വരണം എന്ന രീതിയിൽ പഠിക്കണം. അതിന് കുറച്ചാളുകൾ ഈ 10 റാങ്കിൻ്റെ അകത്ത് ആക്കണം. അതാണ് എൻ്റെ ഒരു ഉദ്ദേശം. എല്ലാവരുടെയും സംശയങ്ങൾ കഴിഞ്ഞോ? അതെ, ഇത് പറഞ്ഞല്ലോ, റെക്കോർഡഡ് ക്ലാസ് ആണ്. റെക്കോർഡഡ് ക്ലാസ് ആണ്. നിങ്ങൾക്ക് എപ്പോൾ വേണേലും കാണാം. നിങ്ങൾ വേറെ ജോലി ചെയ്യുന്നവരാണ് അപ്പം ഇരുന്ന് കാണാം, എപ്പോൾ വേണേലും കാണാം. അത് മാത്രമല്ല, ഒരു ഫ്രീക്വന്റ് ടൈമിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ലൈവ് ക്ലാസ് വെക്കാം. കാരണം എനിക്ക് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യാൻ ഇഷ്ടമാണ്, നിങ്ങളോട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഞാൻ ക്യാമറയുടെ മുന്നിൽ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ക്യാമറ മുന്നിൽ നിങ്ങളോട് വർത്താനം പറയും, അത് വേറെ കാര്യം. അതുകൂടാതെ നമുക്ക് നേരിട്ട് സംസാരിക്കാമല്ലോ. ഓരോ ആളുകളെയും പേര് വിളിച്ച് സംസാരിക്കാൻ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വന്റ് ആയിട്ട് ലൈവ് ക്ലാസ്സുകൾ വയ്ക്കും. പക്ഷേ കണ്ടന്റ് എല്ലാം നിങ്ങൾക്ക് റെക്കോർഡ് തരും ഞങ്ങൾ കേട്ടോ. ടെസ്റ്റ് എല്ലാം തരും. ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. യെസ് ഐശ്വര്യ, കറക്റ്റ്. ഇടയ്ക്ക് ലൈവ് ഉള്ളത് നല്ലതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് ഇങ്ങനെ പിള്ളേരായിട്ടൊക്കെ വർത്താനം പറഞ്ഞ് ക്ലാസ് എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഡയറി ഫാം ഇൻസ്ട്രക്ടർ അതുപോലെ ചെയ്തിരുന്നു. അതുകൊണ്ട് പിള്ളേർ പറഞ്ഞു വീണ്ടും വീണ്ടും ക്ലാസ്. ഞങ്ങൾ അവസാന പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് വരെ 2 ദിവസം മുന്നേ വരെ ക്ലാസ് ചെയ്തു. നല്ല രസമായിരുന്നു. ഞങ്ങൾ എന്നിട്ട് കുറെ പേര്, എനിക്ക് ആരും അറിയില്ല, കോഴ്സ് എടുത്തവരും അല്ലാത്തവരും ഒക്കെ ഒരുപാട് പേര് വന്ന് ജോയിൻ ചെയ്തു ആ ലൈവ് ക്ലാസ്സിൽ. എന്നിട്ട് ഓരോരുത്തരെ കൊണ്ട് ഞാൻ ഉത്തരം പറയിച്ചു വന്നു. നല്ല രസമായിരുന്നു. ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഫീസ് അടയ്ക്കാൻ പറ്റില്ലേ? പറ്റും സാർ. ഡോക്യുമെന്റ്സും ഫിസിക്സും തമ്മിലുള്ള വ്യത്യാസം, 50 മാർക്കിന് ഫിസിക്സിന് അതേ സിലബസ്. ഡോക്യുമെന്റ്സിൽ 50 മാർക്ക് കെമിസ്ട്രി വരും. ആ കെമിസ്ട്രിയുടെ കണ്ടന്റ് കൂടി നിങ്ങൾക്ക് തരും. അതാണ് വ്യത്യാസം. ഓക്കെ, എന്താ നമ്മുടെ ഡെയിലി പഠിക്കുന്ന ടോപ്പിക്കിന്റെ ടൈം തരുമല്ലോ. ടൈം ടേബിൾ തരും. ഞങ്ങൾ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോ ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ കൺസ്ട്രെയിന്റ് ഒരു ക്ലാസ് യൂട്യൂബിൽ പോയിട്ടുണ്ട് ഫ്രീ ആയിട്ട്. എല്ലാ ക്ലാസ്സൊന്നും വരില്ല, ചെറിയ ചെറിയ ക്ലാസ്സുകൾ വരും. എല്ലാവർക്കും ഒക്കെ പഠിക്കണ്ടേ. അപ്പൊ കൺസ്ട്രെയിന്റ്, ജനറലൈസ്ഡ് കോർഡിനേറ്റ്, പിന്നെ അതിന്റെ പ്രോബ്ലംസ് 33.3 ആയിരുന്നു കഴിഞ്ഞ കട്ട് ഓഫ് ഡോക്യുമെന്റ്സിന്റെ കേട്ടോ. കൺസ്ട്രെയിന്റ്, ജനറലൈസ്ഡ് കോർഡിനേറ്റ്, അതുപോലെ തന്നെ നമ്മൾ ലഗ്രാഞ്ചിയൻ, ഹാമിൽട്ടോണിയൻ, ഇതിന്റെ എല്ലാ ക്ലാസ്സുകൾ ചെയ്തു. ഇനിയിപ്പോ ഹാമിൽട്ടൺ ജക്കോബിയുടെ ക്ലാസ്സിന് വേണ്ടി ഞാൻ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പല പുസ്തകങ്ങൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു പുസ്തകമുണ്ട്, ഞാൻ പറഞ്ഞു വിവേകാനന്ദ സാറിന്റെ ഒരു പുസ്തകം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. കാണാൻ പറ്റുന്നുണ്ടോ ആർക്കെങ്കിലും? വിവേകാനന്ദ സാറിന്റെ പുസ്തകം ഇതെല്ലാം എന്റെ കസ്റ്റഡിയിൽ ഇങ്ങനെ ഇരിക്കുക, വായിക്കാൻ. ഞാൻ പറഞ്ഞില്ല, ഇത് ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ, ഇത് അരുൾദാസ്, ഇത് ഉപാധ്യായ. ഇതെല്ലാം ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കുക. എപ്പോ വായിക്കണം തോന്നിയാലും അപ്പൊ വായിക്കും. ഓക്കെ, ഇനി ആരാ? വേക്കൻസി ഞാൻ പറയാം. കഴിഞ്ഞ പ്രാവശ്യം 22 പേർക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടി. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. അതായത് ഈ ഫിസിക്സിന്റെ ഇതിൻ്റെ അകത്ത് ഇപ്പൊ നിലവിൽ ജോലി ചെയ്യുന്ന ആളുകൾ പലരും കോളേജ് എഡ്യൂക്കേഷൻ ലിസ്റ്റിലുള്ളതാണ്, പ്രൊഫസർ. അപ്പൊ മിക്കവരും ഇതിൻ്റെ അകത്ത് മാറാൻ ചാൻസ് ഉണ്ട്, പല ആളുകളും. അപ്പൊ ശരിക്കും അത് വീണ്ടും നമ്മുടെ ഈ വേക്കൻസിയിലേക്ക് വരും. അപ്പൊ പിന്നെ 25 ജനുവരി ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ 26 ജനുവരി, 27 ജനുവരി 3 വർഷം കാലാവധി ഉണ്ട് ആ ലിസ്റ്റ്. ആ 3 വർഷത്തിൽ എത്ര എണ്ണം വന്നാലും ഒഴിവുകൾ. ഇത് നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം, ഇപ്പോ ഫോറൻസിക് യുഗമാണ്, ക്രൈമുകൾ ഇങ്ങനെ പലത് വരികയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അധികമായിട്ട് വേക്കൻസികൾ വന്നുകൊണ്ടിരിക്കും. ഓരോ ജില്ലയിലും അഡീഷണൽ ആയിട്ട് ഫോറൻസിക് സയൻസ് ലബോറട്ടറി വരികയാണെങ്കിൽ ഈ വേക്കൻസി എല്ലാം വീണ്ടും വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇതൊന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് വേക്കൻസി ഒക്കെ ഒരുപാട് വരുന്നു. എങ്ങനെയാണ് ഒരു 10, 30, 40 നിയമനങ്ങൾ വരെ നടക്കാൻ ചാൻസ് ഉണ്ടായത്. ഞാൻ പക്ഷെ പറയുന്ന ആദ്യത്തെ 10 നിങ്ങൾ വരണം. ആദ്യത്തെ 10 വരണം. 10. അയ്യോ, നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ അത് എങ്ങനെ വരുമെന്നുള്ളത്. KWAയുടെ ലാബും ചിലപ്പോൾ അടുത്ത് വരാം, ചിലപ്പോൾ അകന്ന് വരാം, അറിയില്ല. ജൂൺ ജൂലൈയിൽ പരീക്ഷ നടക്കും. അതിൽ സാറേ ജനുവരി ആദ്യം PSC ഒരു എക്സാം കലണ്ടർ പ്രസിദ്ധീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ? ഓക്കെ. ചില ആളുകൾ മാത്തമാറ്റിക്സ് മന്തിന്റെ ഐഡിയ ഉണ്ടാവുമായിരിക്കും. ഓക്കെ. മാത്തമാറ്റിക്കൽ ഫിസിക്സ് ആദ്യം പഠിപ്പിക്കുമെന്ന് ചോദിച്ചു. അതെന്താണെന്ന് അറിയാം, ഞാൻ പറഞ്ഞത്. ഞാൻ മാത്തമാറ്റിക്കൽ ഫിസിക്സ് ആണ് എപ്പോഴും ഫിസിക്സ് പഠിക്കുമ്പോൾ ഞാൻ ആദ്യം പഠിപ്പിക്കുന്നത്. അതിന് റീസൺ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ
ഈ മാത്തമാറ്റിക്കൽ ഫിസിക്സ് ഒരു ടൂളാണ്. ഞാൻ പറയണ്ട, ഈ ആശാരിപ്പണിക്ക് പോകുന്നവർ കൃത്യമായിട്ട് ഉളിയും ചുറ്റിയൊന്നും പ്രവർത്തിപ്പിക്കാൻ അറിയില്ല എങ്കിൽ എന്ത് പറ്റും? ഇയാള് കട്ടിൽ പണിയാൻ പോയി കഴിഞ്ഞാൽ വേറെ വല്ലതായി പോകും. പിടിയോ എന്ന് പറയുന്നത് ഫിസിക്സ് പഠിക്കണമെങ്കിൽ എന്താണ് മാത്തമാറ്റിക്കൽ ഫിസിക്സ് നന്നായിട്ട് അറിയണം. അതൊരു ടൂളാണ്. നമുക്ക് ഫിസിക്സിൽ എന്ത് പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിലും മാത്തമാറ്റിക്സ് ആണ്, ഇല്ലാണ്ട് പറ്റില്ല. അപ്പോൾ അതാണ് ശരിക്കും ആദ്യം പഠിക്കേണ്ടത്. പക്ഷേ നമ്മുടെ സിലബസിൽ ആദ്യം ക്ലാസിക്കൽ മെക്കാനിക്സ് കിടക്കുന്നത്. അപ്പൊ ആ ഓർഡറിൽ തന്നെ ഞാൻ പതുക്കെ പോകുന്നത്. ഇപ്പൊ ഞാൻ രണ്ട് രീതിയിലാണ് പോകുന്നത്. ഒന്ന് മേളിൽ നിന്ന് എടുക്കും, താഴ്ന്നു എടുക്കും. ഇപ്പൊ ക്ലാസിക്കൽ മെക്കാനിക്സ് ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കുന്ന ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കൽ ഫിസിക്സ് സ്റ്റാർട്ട് ചെയ്യും. ചില ആൾക്ക് ക്ലാസിക്കൽ മെക്കാനിക്സ് ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ അവർ ന്യൂക്ലിയർ ഫിസിക്സ് ആദ്യം പഠിക്കും. പിടിയിട്ടുണ്ടോ? അപ്പൊ ഈ രണ്ട് യൂണിറ്റുകൾ ഒരുപോലെയാണ് ഇങ്ങനെ പോയി വരുന്നത്. അയ്യോ, നിങ്ങൾ പേടിക്കണ്ട, റെക്കോർഡ് സെഷനാണ്, നിങ്ങൾക്ക് എങ്ങനെ വേണേലും പഠിക്കാം, കുഴപ്പമില്ല. ഇന്ന് ജോയിൻ ചെയ്താലും നാളെ ജോയിൻ ചെയ്താലും ഒക്കെ ഓക്കെയാണ്. ഇല്ല, ജൂണിന് മുമ്പ് നടക്കാൻ ചാൻസ് ഇല്ല. ജൂണിൽ തന്നെ അറിയില്ല. ഫോറൻസിക് കഴിഞ്ഞവർക്ക് എനിക്കറിയില്ല. നാളെ നോട്ടിഫിക്കേഷൻ വരട്ടെ, നമുക്ക് നോക്കാം. അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, മാത്തമാറ്റിക്കൽ ഫിസിക്സ് രണ്ടാമത്തെ യൂണിറ്റ് ആട്ടോ. രണ്ടാമത്തെ യൂണിറ്റിൽ വരും. ഞാൻ വേണേ നേരത്തെ ക്ലാസ്സിൽ കുറച്ച് ചെയ്തതിൻ്റെ വെക്കാം കേട്ടോ, കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്ക് അത് നോക്കാമല്ലോ, ഇഷ്ടമുള്ളവർക്ക് അത് നോക്കാം. നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാം. ചില ആൾക്ക് മാത്തമാറ്റിക്സ് ആദ്യം വെച്ചാൽ അവർ പറയും, സാറേ ആദ്യം ക്ലാസിക്കൽ അല്ലേ, പിന്നെ എന്തിനാ മാത്തമാറ്റിക്സ് ഫിസിക്സ് എടുത്തെന്ന് ചോദിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. സിലബസ് നമ്മുടെ യൂട്യൂബ് i+ന്റെ ഇതില് സിലബസ് അനാലിസിസ് എന്ന് പറഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ സിലബസ് ഉണ്ട്, കൃത്യമായിട്ട് ഓരോന്നോരോന്നുണ്ട്. ഓക്കെ യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓക്കെ. ഡോക്യുമെന്റ്സ് അതായത് നിങ്ങൾ ഫിസിക്സ് എടുക്കുക, ഫിസിക്സ് പർച്ചേസ് ചെയ്യുക, അതിൻ്റെ ഒപ്പം ഡോക്യുമെന്റ്സ് കൂടി എടുത്താൽ മതി. അങ്ങനെ എടുക്കുന്നതാണ് അത് ലാഭം. അല്ലാണ്ട് അത് ഡോക്യുമെന്റ്സ് മാത്രം എടുത്തു കഴിഞ്ഞാലും അത് നിങ്ങൾ അവിടെ വിളിച്ച് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു. എനിക്ക് ഈ ഫീസിന്റെ കണക്കൊന്നും എനിക്ക് അറിയത്തില്ല, അവരെ കൃത്യമായിട്ട് പറഞ്ഞു. നിങ്ങളൊന്ന് വിളിച്ചു ചോദിച്ചു, ഒരു ഫോൺ കോൾ അല്ലേ വിളി. അപ്പൊ എങ്ങനെയാ മക്കളെ, നമുക്കിപ്പോ ഫിസിക്സ് ആൻഡ് ഡോക്യുമെന്റ്സ് എക്സാം ഏകദേശം സെയിം, ചെറിയ വ്യത്യാസത്തിലായിരിക്കും വരുന്നത്. 1-2 മാസം വ്യത്യാസം. ഒരുമിച്ച് എന്തെങ്കിലും പരീക്ഷ നടത്തില്ല, ചെറിയ വ്യത്യാസം. സെറ്റ് എക്സാം ക്ലാസ് എന്തോ ചോദിക്കുന്നത് കണ്ടില്ല. ക്ലാസ്സുകൾ ഒരു വീക്ക് പഠിക്കാനുള്ള എന്തായാലും ഓരോ വീക്ക് നിങ്ങൾക്ക് ഉണ്ടാവും ക്ലാസ്സുകൾ. ഇപ്പൊ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ദിവസം തന്നെ എനിക്ക് തോന്നുന്നു 10-20 വീഡിയോസ്, എല്ലാം 20 മിനിറ്റ് 25 മിനിറ്റുള്ള വീഡിയോസ് ഞാൻ ചെയ്യുള്ളൂ. കാരണം നമുക്ക് ഒരു ചെറിയ കണ്ടന്റ് നല്ലതായിട്ട് പഠിക്കണം. അപ്പൊ ക്ലാസ്സുകൾ കാണാൻ ഒത്തിരി ഉണ്ടാവും, അതിന് നിങ്ങൾക്ക് സംശയം വേണ്ട. വേണ്ട കാര്യങ്ങളെ പഠിപ്പിക്കുള്ളൂ കേട്ടോ, വേണ്ടാത്ത കാര്യങ്ങളൊന്നും പഠിപ്പിക്കില്ല. ഈ എസ്സേ കണക്കൊന്നും ഇങ്ങനെ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല ഇവിടെ. സെറ്റ് എക്സാം ക്ലാസ് ഹെൽപ്ഫുൾ അല്ല, കാരണം ഇതിൻ്റെ അകത്ത് മൈക്രോ പ്രോസസ്സർ അങ്ങനെ എന്തായാലും ഡിഫറെന്റ് ആണ്. നിങ്ങൾക്ക് ഒരു 10-30 മാർക്ക് വരെ അത് വെച്ച് പഠിച്ചാൽ പറ്റുള്ളൂ. അത് പക്ഷെ നമ്മൾ ഈ ഒരു എക്സാം പാറ്റേൺ ഡിഫറെന്റ് ആണ്. മറ്റത് 3 മണിക്കൂർ പരീക്ഷ, ഇത് 1 മണിക്കൂർ 1.25 മണിക്കൂർ പരീക്ഷ. അപ്പൊ അതിനനുസരിച്ച് പഠിക്കണം. 100 ചോദ്യങ്ങളുണ്ടാവും കേട്ടോ. ഓക്കെ. ഒരു ക്ലാസ് 25-30 മിനിറ്റ്, അതിന്റെ അപ്പുറം ഞാൻ വെക്കത്തില്ല, അല്ലെ ബോറടിക്കുമെന്നേ പിള്ളേർക്ക്. അങ്ങനെയാണ്. ഒരു 2 മണിക്കൂറൊക്കെ എന്തിനാണ് എടുക്കുന്നത്? ഒരു അരമണിക്കൂർ ഒരു ക്ലാസ് എടുക്കും, അപ്പൊ തന്നെ അടുത്ത 1 മണിക്കൂർ അടുത്ത ക്ലാസ് എടുക്കും. കണ്ടന്റിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല, പക്ഷെ ഓരോ ചെറിയ ആകുമ്പോൾ നമുക്ക് കാണാൻ തന്നെ. അല്ലെ പിന്നെ വീഡിയോ ഓൺ ആക്കി വെച്ചിട്ട് അയ്യോ ഇനി 40 മിനിറ്റ് ഉണ്ട് എന്റെ അമ്മ എന്നൊക്കെ വന്നിരിക്കും. അങ്ങനെ വേണ്ട. 15 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇനി 15 മിനിറ്റ് കൂടെ ഉള്ളൂ എന്ന് ചെയ്യും. പക്ഷെ എണ്ണം കൂടുതലാണ്. അപ്പോൾ മറ്റേ ഇവിടെ 2 വീഡിയോ വരുമ്പോൾ ഇവിടെ 1 മണിക്കൂർ 2 വീഡിയോ വരുമ്പോൾ ഇവിടെ 4 വീഡിയോ വരും. അത്രേ വ്യത്യാസം. കഴിഞ്ഞില്ലേ എല്ലാവരുടെയും കാര്യങ്ങൾ? ഇതിൻ സാറേ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? സാറേ എങ്കിൽ നമുക്ക് പതുക്കെ വൈൻഡപ്പ് ചെയ്യാം. ഒരുപാട് സന്തോഷം. ഒരുപാട് കാര്യങ്ങൾ അതുൽ സാർ നമുക്ക് വേണ്ടി പങ്കുവെച്ചു. നാളെ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനിൽ പറഞ്ഞതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഒരു ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ സാർ പറഞ്ഞതുപോലെ തന്നെ ഒട്ടും വൈകണ്ട. പഠനം i+ നിങ്ങളോടൊപ്പം ഉണ്ട്. പരീക്ഷയുടെ അന്ന് വരെ നിങ്ങൾക്ക് വേണ്ട എല്ലാ പിന്തുണയുമായി അതുൽ സാറിന്റെ നേതൃത്വത്തിൽ തന്നെ ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു.